وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى صدق الله العلي العظيم إن الصلوات الخمس كفارة لما بينهن مجتنبت الكبائر صدق رسول الله صلى الله عليه وسلم يا رحمة الله إني خائف وجيل يا نعمة الله إني مفلس عاني وليس لي أمل ألقى العليم به سوى محبتك العظمى وإيماني فكن ماني من شر الحياة ومن شر الممات ومن إحراق جسماني مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم واعلموا أمة سيدنا محمد اللهم صل وسلم وبارك عليه മഹത്തായ സ്വലാത്ത് വാർഷികത്തിൻ്റെ ഭാഗമായി നമ്മുടെ പള്ളിയുടെ കീഴിൽ നടത്തപ്പെടുന്ന മതപ്രഭാഷണ വേദിയുടെ തുടക്ക ദിവസമാണ് ഇന്ന്. ഇത് സംഘടിപ്പിച്ച, ഇതിന് നേതൃത്വം വഹിക്കുന്ന, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന, സഹായിക്കുന്ന, സഹകരിക്കുന്ന, വാദിൻ്റെ മജ്‌ലിസുകളിൽ സജീവമായി സാന്നിധ്യമാകുന്ന എല്ലാ മോമിനീങ്ങൾക്കും മോമിനാത്തുകൾക്കും അല്ലാഹു തആല സ്വർഗം പ്രതിഫലമായി തന്ന് അനുഗ്രഹിക്കട്ടെ. ഇൽമിൻ്റെ വേദികൾ, ആ വേദിയിലേക്ക് നടന്നു വരുന്നവർ, വാഹനത്തിൽ വരുന്നവർ, ഈ മജ്‌ലിസിൽ വന്നിരിക്കുന്നവർ, അവർക്കൊക്കെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്ന് പഠിപ്പിച്ചു തന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമിൻ്റെ മജ്‌ലിസിലേക്ക് പോയി ഇരിക്കുമ്പോഴേക്ക് അല്ലാഹുവിൻ്റെ ആശ്രയത്തിൽ, അല്ലാഹുവിൻ്റെ സംരക്ഷണയിൽ ആ മനുഷ്യൻ ആയി എന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അത്തരത്തിലുള്ള മജ്‌ലിസിൻ്റെ കൂട്ടത്തിൽ ഈ മജ്‌ലിസിനെയും അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. മഹത്തായ മുബാറക്കായ റജബ് മാസത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. റമദാൻ നമുക്ക് സജീവമായി ഇബാദത്തെടുക്കാൻ താൽപര്യവും ആവേശവും ശക്തിയും ഉണ്ടാകണമെങ്കിൽ ഈ റജബിനെ അതിയായി ബഹുമാനിക്കുകയും നമ്മെ കൊണ്ട് ആവതാകുന്ന ഇബാദത്തുകളിൽ
ചെലവാക്കുകയും വേണം. അപ്പോഴേ റമദാനിലുള്ള ഇബാദത്തിന് വലിയ തൗഫീഖ് ലഭ്യമാകും. റജബിന് വല്ലാത്ത മഹത്വമുണ്ട്. ഷഹറുല്ലാഹിൽ മുഹറം അള്ളാഹു പാവിത്ര്യമേകിയ ധാരാളം മാസങ്ങളുണ്ടെങ്കിലും ആ മാസങ്ങളിലെ പ്രമുഖമായ മാസമാണ് റജബ്. കാരണം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസങ്ങൾക്ക് ശക്തമായ ചരിത്രപുടങ്ങൾക്ക് സാക്ഷിയായ മാസമാണ് റജബ്. ഇസ്രാ മിഅറാജ് എന്ന ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് കഴിയാത്ത, അസാധാരണ മനുഷ്യന്മാർക്ക് അള്ളാഹു നൽകുന്ന മഹത്തായ ഒരത്ഭുതം നടന്നത് ഈ മാസത്തിലാണ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രയുടെ ലക്ഷ്യം പറയുന്നിടത്ത് അള്ളാഹു പ്രത്യേകം പറഞ്ഞത് ബാറക്നാ ഹൗല. മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരു യാത്ര സംഘടിപ്പിക്കാനുള്ള കാരണം അതിൻ്റെ ചുറ്റുഭാഗവും ബറക്കത്ത് കൊണ്ട് സമ്പന്നമായതാണ്. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അടക്കമുള്ള വലിയ വലിയ മുഫസ്സിരീങ്ങളൊക്കെ അതിന് വ്യാഖ്യാനം നൽകിയത് ബിഖുബൂരിൽ അംബിയ. മസ്ജിദുൽ അഖ്സയുടെ പരിസരഭാഗങ്ങൾ ഞങ്ങൾ സമ്പന്നമാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുറേ തോട്ടങ്ങളെയോ പുഷ്പങ്ങളെയോ ഗാർഡനുകളെയോ കൊണ്ട് സമ്പന്നമാക്കി എന്നല്ല. അള്ളാഹുവിൻ്റെ അംബിയാഇൻ്റെ മഖ്ബറകളെ കൊണ്ട് ഞങ്ങൾ സമ്പന്നമാക്കി എന്നാണ്. അവിടത്തേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇതിഹാസ പ്രസിദ്ധമായ വേണ്ട ഇന്ന് ഞങ്ങളൊക്കെ ഏറ്റവും അഫ്ളലുൽ ഇബാദത്തായി പറയുന്ന പ്രവർത്തിക്കുന്ന നിസ്കാരം തന്നെ ഫർളാക്കപ്പെട്ട രാത്രിയിലെ അള്ളാഹുവിൻ്റെ റസൂലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം കൊണ്ടുപോയത് മസ്ജിദുൽ അഖ്സയിലേക്കാണ്. അവിടെയാണ് പരിശുദ്ധമായ ഖുർആൻ ഫലാ തകും ഫീ മിരിയത്തിൻ മിൻ ലിഖാഇഹി, മൂസാ നബി അലൈഹിസ്സലാം അടക്കമുള്ള ധാരാളം അംബിയായിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പള്ളിയുടെ പരിസരത്ത് കാണാൻ സാധിക്കുന്നതും സംസാരിക്കുന്നതും അവർക്ക് ഇമാമത്തിന് നേതൃത്വം നൽകുന്നതും ഈ മാസത്തിലാണ്. അതിലേറ്റവും പ്രഗത്ഭനായ മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറഞ്ഞത്, മൂസാ നബി അലൈഹിസ്സലാമിനെ ഖബറിൽ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടു. ആ കണ്ടതിൽ സംശയം വേണ്ട, അതങ്ങനെ തന്നെയാണ്. മരിച്ചുപോയ സ്വാലിഹീങ്ങളുടെ ശരീരങ്ങൾ ജീർണിക്കുകയില്ല. അവർക്ക് മരണാനന്തരം അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള അത്യപൂർവമായ ബറക്കാത്തുകൾ, റഹ്മത്തുകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഖബറിലുള്ള നിസ്കാരം. അതിന് സാക്ഷിയായ മാസമാണ് നമ്മുടെ റജബ് മാസം. അവിടുന്ന് നേരെ പോയത് മിഅറാജിലേക്കാണ്. അർശും കുർസും
കുർസിയും സിദ്റത്തുൽ മുൻതഹയും ജന്നത്തും നാറും തുടങ്ങിയിട്ടുള്ള സകല ബ്രഹ്മാണ്ടങ്ങളെയും കടന്നുകൊണ്ടുള്ള ലോകത്ത് ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത ലോകങ്ങളിലേക്ക് അല്ലാഹുവിൻ്റെ റസൂൽ കടന്നു പോകുന്നത്. അവിടെ പോയി ഈ ഉമ്മത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് അസ്സലാത്തുൽ ഖംസ്, 5 വഖ്ത് നിസ്കാരം. അത് ആദ്യം 50 നിസ്കാരവുമായി ഭൂമിയിലേക്ക് മടങ്ങി വരാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് മൂസാ നബി അലൈഹിസ്സലാം കേൾക്കുന്നത്, എന്ത് കിട്ടി? 50 വഖ്ത് നിസ്കാരം കിട്ടി. നിങ്ങളുടെ ഉമ്മത്തിന് ഒരു നിലക്കും അത് കഴിയില്ല. മരിച്ചുപോയ മൂസാ നബി അലൈഹിസ്സലാം ഈ ഉമ്മത്തിന് കിട്ടേണ്ട 50 വഖ്ത് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നു. മരിച്ചുപോയവർ സഹായിക്കൂല, അവരിൽ നിന്ന് സഹായം ലഭ്യമാകൂല, അവരുടെ ശരീരങ്ങളൊക്കെ ജീർണിച്ചു പോയി എന്നുണ്ടെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ടല്ലേ നാം ഇന്നും 5 വഖ്ത് നിസ്കാരം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ ഇതിനേക്കാൾ വലിയൊരു തെളിവ് നമുക്ക് നമ്മുടെ വിശ്വാസത്തിന് വേറെ എന്താണ് കാണിക്കാനുള്ളത്? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 9 പ്രാവശ്യം അല്ലാഹുവിൻ്റെ അടുത്ത് പോയി തിരിച്ചു വരികയും 5 വഖ്ത് നിസ്കാരം ഈ ഉമ്മത്തിന് സമ്മാനമായി നൽകുകയും ചെയ്തു. അപ്പോൾ നിസ്കാരം നടപ്പിലാക്കപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സഹായം ലഭ്യമായ സകല അംബിയായിനും ഇമാമത്തിന് നേതൃത്വം നൽകിയ പല അംബിയായിനോടും സംസാരിക്കാൻ സാധിച്ച സകല ബ്രഹ്മാണ്ടങ്ങളെയും കടന്നുപോയ ധാരാളം അത്ഭുതങ്ങൾക്ക് സാക്ഷിയായ മാസമാണ് റജബ്. ആ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ച ഈ മാസത്തിലെ 27-ാം തീയതി അന്ന് നമുക്ക് ഏറെ സന്തോഷമാണ്. നമ്മയൊക്കെ നന്നാക്കി തീർക്കാൻ, നമ്മയൊന്ന് സ്വർഗത്തിലേക്ക് കടത്താൻ അല്ലാഹു തആല അർഹമുർ റഹീമീനായ റബ്ബ് അവൻ്റെ പരമമായ കാരുണ്യം കൊണ്ട് നമ്മോട് ചെയ്ത ഇത്രയും നന്മകൾ നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. ആ നന്മകൾക്ക് ഞങ്ങൾ നന്ദി പറയാൻ ബാധ്യസ്ഥരാണ്. ആ നന്ദിയുടെ ഭാഗമായി 27-ന്റെ ദിവസം എല്ലാ മുഅ്മിനീങ്ങൾ സുന്നത്ത് നോമ്പ് നോൽക്കാറുണ്ട്. അല്ലെങ്കിൽ തന്നെ 27, 28, 29, 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ സുന്നത്തുമാണ്. റജബാകുമ്പോൾ പിന്നെ ഈ നിഅമത്തും കൂടി കിട്ടിയതുകൊണ്ട് 2 പ്രത്യേകതകളാണ് അവിടെയുള്ളത്. അതുകൊണ്ട് എന്തുകൊണ്ടും മുഅ്മിനീങ്ങളായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഹ്ലുക്കാരായ ഞങ്ങൾ എപ്പോഴും നന്ദിബോധമുള്ള, കടപ്പാടുകളോട് വല്ലാത്ത ആർത്തിയുള്ള നാമൊക്കെ പഴയ കാലം മുതൽ നമ്മുടെ ഉലമാവ് പഠിപ്പിച്ച പാരമ്പര്യം അനുസരിച്ച് ഞങ്ങൾ എല്ലാ കൊല്ലവും മിഅ്റാജിൻ്റെ നോമ്പ് നോൽക്കാറുണ്ട്. അത് നന്ദിയുടെ ഭാഗമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ 5 വഖ്ത് നിസ്കാരം അത് ഫർളാക്കപ്പെട്ട ഈ മാസം, ആ മാസത്തിലെ നാമൊക്കെ നിലകൊള്ളുമ്പോൾ ചില ഉറപ്പുകൾ നമ്മുടെ മനസ്സോട് ഞങ്ങൾ നടത്തേണ്ടതുണ്ട്. നിസ്കാരവുമായ അഭേദ്യമായ ബന്ധം, സ്നേഹവും നമ്മുടെ കൽബിൽ ആഴത്തിൽ ഊട്ടി ഉറപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്ന് ഞാൻ ഭക്ഷണം കഴിച്ച് വരുമ്പോൾ നമ്മുടെ മാജി പ്രസിഡൻ്റായിട്ടുള്ള ആചാര്യ പേരുണ്ട് ഹനീഫ ഹാജി അവറുകൾ, അയാളെ കുറിച്ച് പറഞ്ഞു കേൾക്കാൻ സാധിച്ചു. ഒരു ജമാഅത്തും മുടക്കാത്ത ആളെന്നാ.
അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. കൃത്യമായി നിത്യമായി ജമാഅത്തിന് പങ്കെടുക്കുന്നവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്തത് ഫല്യശ്ഹദൂഹു ബിൽ ഈമാൻ, അദ്ദേഹത്തിന് ഈമാനുണ്ടെന്ന് അവർ സാക്ഷ്യം വഹിക്കട്ടെ. അദ്ദേഹത്തിന് ഈമാനുണ്ട്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. പള്ളിയോട് നിരന്തരമായി സമ്പർക്കം സാധിക്കുന്നവർ, നിരന്തരമായി ബന്ധപ്പെടുന്നവർ, അവർ ഈമാനുള്ളവരാണെന്നാണ് പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി നമ്മോട് പഠിപ്പിക്കുന്നത്. ഒരാൾക്ക് ഈമാനുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന അടയാളമാണ് അദ്ദേഹത്തിന് ജമാഅത്തായി നിസ്കരിക്കാൻ കഴിയുക എന്നുള്ളത്. ഫിഖ്ഹിന്റെ ധാരാളം ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരാൾക്ക് ജമാഅത്ത് ലഭ്യമാകാറില്ല, ജമാഅത്ത് അദ്ദേഹത്തിന് നിസ്കരിക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും ഒറ്റക്കായി നിസ്കരിക്കുന്ന പതിവുള്ള മനുഷ്യൻ അദ്ദേഹത്തിനെ കുറിച്ച് ആലോചിച്ച് വേണം, അദ്ദേഹം ഏതോ ഒരു തമ്മാടിത്തരത്തിൽ, ഏതോ ഒരു മഅസിയത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. തെറ്റുകളുമായി കൂടുന്നവർക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ കഴിയില്ല എന്നാണ് ധാരാളം പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു നമ്മെ കാക്കട്ടെ. ജമാഅത്ത് നമുക്ക് പലപ്പോഴും തെറ്റാറുണ്ട് എന്ന് കണ്ടാൽ നമ്മെക്കുറിച്ച് നാം വിലയിരുത്തണം. നമുക്ക് എവിടെയോ പാഴ്ച നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു തെറ്റ് നിത്യമായി നമുക്ക് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളെ നാം ശ്രദ്ധിക്കണം. ജമാഅത്തായി കൃത്യമായി നിസ്കരിക്കാത്ത മക്കളാണെങ്കിൽ ആ മക്കളിൽ എന്തോ തെറ്റുണ്ട് എന്ന് മനസ്സിലാക്കണം. അത് തിരുത്താൻ, അത് കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. ആ മക്കളെ നല്ല വഴിയിലേക്ക് കൊണ്ടെത്തിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 5 വഖ്ത് നിസ്കാരം എന്നുള്ളത് മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കഫാറത്തുൽ ലിമാ ബൈനഹുൻ. സുബഹി ജമാഅത്തായി നിസ്കരിച്ച ആൾ, അദ്ദേഹത്തിന് ളുഹുർ നിസ്കാരത്തിന് മുമ്പ് നടക്കുന്ന പാപങ്ങൾക്ക് സുരക്ഷിതത്വമുണ്ടാകും. തെറ്റ് ചെയ്യാൻ കഴിയില്ല. തെറ്റ് ഒരു വേള സംഭവിക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ സുബഹി ജമാഅത്തായി നിസ്കരിച്ചതുകൊണ്ട്, ളുഹുറും ജമാഅത്തായി നിസ്കരിച്ചതുകൊണ്ട് ഈ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. ഈ ജമാഅത്തുകൾ ഇതിന് പ്രായശ്ചിതമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മജ്തുനിബത്തിൽ കബായിർ, വൻദോഷങ്ങൾ ചെയ്യാതിരിക്കണമെന്ന കണ്ടീഷനുണ്ട്. വലിയ തെറ്റുകൾ ഏതാണ്? വലിയ തെറ്റുകൾ ഒരാൾക്ക് സിഹർ ചെയ്യുക, മറ്റൊരാളെ കൊല്ലുക, വ്യഭിചരിക്കുക, കള്ളുകുടിക്കുക തുടങ്ങിയിട്ടുള്ള വൻദോഷങ്ങൾ, അത് ചെയ്യാതിരിക്കണം. അല്ലാത്ത ചെറിയ ചെറിയ പാപങ്ങൾക്കുള്ള പ്രായശ്ചിതമാണ് 5 വഖ്ത് നിസ്കാരമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ കൂടെ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തൻ്റെ കിതാബുൽ മുവത്തയിൽ ഉദ്ധരിക്കുന്ന ഹദീസ് വല്ലാതെ നമ്മെ പേടിപ്പിക്കുന്ന ഹദീസാണ്. ബൈനനാ വബൈനൽ മുനാഫിഖീൻ, നമ്മുടെയും മുനാഫിഖീങ്ങളുടെ ഇടയിൽ ശുഹൂദുൽ അതമ വസ്സുബ്ഹ്, ചെറിയ വ്യത്യാസമുണ്ട്. നമ്മുടെ ഹൃദയത്തിലുള്ള ഈമാൻ, ആ ഈമാനിൽ നിഫാഖുണ്ടോ എന്നതിൻ്റെ അടയാളമാണ്. ശരിക്കുള്ള ഈമാനുണ്ടോ എന്നതിൻ്റെ അടയാളമാണ് ശുഹൂദുൽ അതമത്തി വസ്സുബ്ഹി. ഇശാ നിസ്കാരവും സുബഹി നിസ്കാരവും നിസ്കരിക്കാൻ ഒരാൾക്ക് കഴിയുക എന്നുള്ളത്, സുബഹിയും ഇശാവും ഒരാൾക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈമാനിൽ നിഫാഖ് കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. ഇശാ നിസ്കാരം പലരും മടികാണിക്കുന്നവരുണ്ട്. സുബഹി നിസ്കാരം പലർക്കും മിസ്സായി പോകാറുണ്ട്.
എങ്കിൽ നമ്മുടെ ഈമാനിലേക്ക് വലിയ ദുരന്തം സംഭവിച്ചിട്ടുണ്ടെന്നതിൻ്റെ അടയാളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ലോകത്ത് എത്രയോ മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ എല്ലാ വാക്കുകളും 100% ശരിയായ ഒരു മനുഷ്യൻ കഴിഞ്ഞു പോയിട്ടില്ല. മഹാനായ ദാറുൽ ഹിജ്റ ഇമാമു ദാരുൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ ഖബർ ഷരീഫിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് കൈയും കാണിച്ചുകൊണ്ട് കൂടെയുള്ള ആളോട് പറഞ്ഞു, മോനെ, ലോകത്ത് ധാരാളം ബുദ്ധിജീവികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. വലിയ വലിയ മഹാന്മാർ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഈ ലോകത്ത് എല്ലാ വാക്കുകളും 100% ശരിയായ വാക്കുകൾ പറഞ്ഞു പോയ ആളുണ്ടെങ്കിൽ ഈ ഖബറിൽ കിടക്കുന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബി തങ്ങളാണ്. മുഅ്മിനീങ്ങളെ, ഇശാവും സുബ്ഹി ജമാഅത്ത് ഒരാൾക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിസ്കാരം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഈമാനിന് ദുരന്തം സംഭവിക്കാൻ അടുത്തായിട്ടുണ്ട്. പലർക്കും നൽകപ്പെടാത്ത 600 കോടി മനുഷ്യന്മാരുണ്ടെന്ന് കേൾക്കപ്പെടുന്നു. 200 കോടി മുസ്ലിമീങ്ങളുണ്ടെന്ന് കേൾക്കപ്പെടുന്നു. മുഅ്മിനീങ്ങളെ, 200 കോടിയിൽ പടച്ച റബ്ബ് നമ്മെ തെരഞ്ഞെടുത്തത് ഹക്കായ വഴിയിലാണ്, മുസ്തഖീമായ വഴിയിലാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വഴിയിലാണ്. അല്ലാഹു നമുക്ക് തന്ന ഭാഗ്യമാണ്. കോടിക്കണക്കിൽ സമ്പത്തുണ്ടാവുക എന്നുള്ളതല്ല, കോടിക്കണക്കിലെ അതേ ആസ്തി ഉണ്ടാവുക എന്നുള്ളതല്ല, അനന്തര സമ്പത്തുണ്ടാവുക എന്നുള്ളതല്ല, വലിയ സ്ഥാനമാനം ലഭ്യമാവുക എന്നുള്ളതല്ല. പടച്ച റബ്ബിൻ്റെ അടുത്ത് വലിയ വില കിട്ടുന്ന സംഗതി ഏതാണ്? നമുക്ക് അല്ലാഹു തആല തന്ന ഈമാനാകുന്ന മഹാഭാഗ്യമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈമാനിനെ ശക്തിപ്പെടുത്താൻ എന്തെല്ലാം മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളുടെ പിന്നാലെ പോകാനുള്ള ശ്രമങ്ങൾ നടത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മൻ ലഖിയല്ലാഹ വഹുവ മുദയ്യിഉൽ ലിസ്സലാഹ്. ഇവിടുന്ന് മരണപ്പെട്ട് നമുക്ക് നാളെ ആഖിറത്തിലേക്ക് പോകാനുണ്ട്, ഖബറിലേക്ക് പോകാനുണ്ട്. ആർക്കും ഇവിടെ ജീവിതം ശാശ്വതമല്ല. ഇന്നലെ മരണപ്പെട്ടത് ചെറിയ കുട്ടിയാണ്, കുഞ്ഞിയാണ്. മിനിഞ്ഞാന്ന് മരണപ്പെട്ടത് 45 വയസ്സുള്ള ഉസ്താദാണ്. അതിൻ്റെ കൂടെ മരണപ്പെട്ടത് 30 വയസ്സുള്ള യുവാവാണ്. ലോകത്തിൻ്റെ ഓരോ ദിവസങ്ങളും നമ്മോട് വിളിച്ചു പറയുന്നു, മരണത്തിന് വർഷം വിഷയമല്ല, മനുഷ്യൻ്റെ ഏജ് വിഷയമല്ല. വാദ് പറയുന്ന ഉസ്താദ് ഇവിടുന്ന് വാദ് പൂർത്തിയാക്കുമോ ഇല്ലേ എന്നുള്ളത് ധൈര്യമല്ല, ഉറപ്പല്ല. ഇന്നല്ല നാളെ മരിക്കാനുള്ളവരാണ് ഞങ്ങളൊക്കെ. നാമൊക്കെ മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ നസൂഹായ തൗബയോടെ മരിക്കാൻ നമുക്ക് കഴിയണം. പടച്ച റബ്ബേ, നമുക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവിനെ കാണാനുള്ള നാളെ വന്നാൽ വഹുവ മുളയ്യിഉൽ ലിസ്സലാഹ്, നിസ്കാരത്തിനെ കുറിച്ച്, നിസ്കാരവുമായി ബന്ധപ്പെട്ട് നെഗ്ലിജൻസ് ഉള്ള ആളാണെങ്കിൽ, അതേ നിസ്കാരത്തെ കുറിച്ച് നെവർ മൈൻഡുള്ള ആളാണെങ്കിൽ, ലം യഅബ ഇല്ലാഹു ബിശൈഇൻ മിൻ ഹസനാതിഹി, പിന്നെ ഒരു നന്മയും പടച്ച റബ്ബിന്റെ മുമ്പിൽ വിലപ്പോകൂല. ആ നാട്ടിലെ വലിയ ധർമ്മിഷ്ഠനാണ്, പടച്ച റബ്ബിന്റെ മുമ്പിൽ വിലപ്പോകൂല. ആ നാട്ടിലെ പള്ളി നിർമ്മിച്ചവനാണ്, പടച്ച റബ്ബിന്റെ മുമ്പിൽ വിലപ്പോകൂല. ആ നാട്ടിലെ എത്രയോ പാവങ്ങൾക്ക് സഹായം ചെയ്ത ആളാണ്, വിലപ്പോകൂല.
നിസ്കാരം പാഴാക്കുന്ന ആളുണ്ടല്ലോ മുഅ്മിനീങ്ങളെ, അവന്റെ ബാക്കിയുള്ള നന്മകൾക്ക് പടച്ച റബ്ബിന്റെ മുമ്പിൽ വിലയുണ്ടാകൂല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ് ഇമാം ത്വബറാനി റളിയല്ലാഹു അൻഹു തൻ്റെ കിതാബുൽ ഔസത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അവ്വലുമായി യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അസ്വലാഹ്. ഖിയാമനാളിൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മെ വിചാരണം ചെയ്യപ്പെട്ടാൽ ആദ്യമായി നമ്മോട് വിചാരണം ചെയ്യപ്പെടുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. ഫഇൻ സ്വലഹത് സ്വലഹ ലഹു സായിറു അമലിഹി. ഒരാളെ നിസ്കാരം നന്നായി കിട്ടിയാൽ, അതൊന്ന് പാസ്സായി കിട്ടിയാൽ ബാക്കിയുള്ള എല്ലാ അമലുകളും പാസ്സാണ്. വൈൻ ഫസദത് ഫസദ സായിറു അമലിഹി. നിസ്കാരം പറയാൻ തക്കമില്ലെങ്കിലോ ബാക്കിയുള്ള അമലുകൾക്ക് അവിടെ ഒരു വിലയുമില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വല്ലാത്ത ശ്രദ്ധ നിസ്കാരത്തെ കുറിച്ച് വേണം. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ നിസ്കാരത്തെ കുറിച്ച് തീരെ ശ്രദ്ധമില്ലാത്ത ജനറേഷനായി വളർന്നുകൊണ്ട് വരുന്നുണ്ട്. അല്ലാഹു നമ്മുടെ മക്കളെ കാക്കട്ടെ. നിസ്കാരത്തിൽ താല്പര്യമില്ലാത്ത മക്കളായി വളർന്നു വരുമ്പോൾ പിന്നെ എവിടെയാണ് സംസ്കാരമുണ്ടാവുക? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അശ്ലീലങ്ങൾ ജീവിതത്തിൽ ഇല്ലാതിരിക്കണമെങ്കിൽ, വ്യഭിചാരങ്ങൾ ജീവിതത്തിൽ ഇല്ലാതിരിക്കണമെങ്കിൽ, തെറ്റുകൾ ജീവിതത്തിൽ ഇല്ലാതിരിക്കണമെങ്കിൽ കൃത്യമായ നിസ്കാരം വേണേ മുഅ്മിനീങ്ങളെ. നിസ്കാരത്തിന് വല്ലാത്ത പവറാണ്. ആ നിസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? മൻ ഹാഫദ അലൽ ഖംസി ബിഇക്മാലി തുഹൂരിഹാ വമവാഖീതിഹാ കാനത് ലഹു നൂറൻ വബുർഹാനൻ യൗമൽ ഖിയാമ. ഒരാൾ 5 വഖ്ത് നിസ്കാരം പരിപൂർണമായ ശുദ്ധിയോടെ നിർവഹിക്കുന്ന ആളാണെങ്കിലോ, മുഅ്മിനീങ്ങളെ, നിസ്കാരം എല്ലാ മുസ്ലിമിന്റെ മേലെ നിർബന്ധമാണ്. മുസ്ലിമാകണം, അതുപോലെ ബുദ്ധിയുള്ള ആളാകണം, ശുദ്ധിയുള്ള ആളാകണം. എങ്കിൽ ആ മുസ്ലിമായ മനുഷ്യന്റെ മേൽ നിസ്കാരം നിർബന്ധമായി കഴിഞ്ഞു. അതേ സമയത്ത് ഒരാൾ മുസ്ലിമല്ല, കാഫിറാണ്, ഒരാൾക്ക് ബുദ്ധിയില്ല, ഭ്രാന്താണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുട്ടിത്വമാണുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം അശുദ്ധിയിലാണുള്ളത്, ഹൈദോ നിഫാസിലാണുള്ളത്, എങ്കിൽ അദ്ദേഹത്തിന് നിസ്കാരം നിർബന്ധമല്ല. ഈ 4 അല്ലാത്ത മറ്റൊരവസ്ഥ ഒരു മനുഷ്യനുണ്ടെങ്കിലോ അദ്ദേഹത്തിന് നിസ്കാരം നിർബന്ധമെന്നാണാകത്തുക. ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ മാസവും നമുക്ക് അശുദ്ധി ഉണ്ടാകാറുണ്ട്. പല ഉമ്മമാരും ആ വിഷയത്തിൽ അശ്രദ്ധരാണ്. അതുകൊണ്ട് സാന്ദർഭികമായ ഒരു മസ്അല ഞാൻ പറയട്ടെ. നമുക്ക് അശുദ്ധി ഉണ്ടായ കാലത്ത് നമ്മുടെ നിസ്കാരത്തിൻ്റെ സമയം, ളുഹ്ർ നിസ്കാരത്തിൻ്റെ സമയം നമുക്ക് ശുദ്ധിയോടെ, ളുഹ്ർ നിസ്കാരത്തിൻ്റെ സമയം അശുദ്ധി ഉണ്ടായിരുന്നു, അസ്ർ നിസ്കാരത്തിൻ്റെ സമയം അശുദ്ധി ഉണ്ടായിരുന്നു. മഗ്രിബ് ബാങ്ക് കൊടുക്കുന്ന 1 മിനിറ്റ് മുമ്പ് നമ്മുടെ അശുദ്ധിയൊക്കെ തീർന്നുപോയി. നമുക്ക് ശുദ്ധിയുണ്ടായി എന്ന് കണ്ടാൽ അവിടെ ഒരു തക്ബീർ പറയാനുള്ള സമയം നമുക്ക് കിട്ടിയല്ലോ. തക്ബീർ പറയാനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം നിസ്കരിക്കൽ നിർബന്ധമാണ്. ആ അസർ നിസ്കരിക്കൽ നിർബന്ധമാണ്. മാത്രമല്ല അസറിന്റെ മുമ്പുള്ള ളുഹ്റും നിസ്കരിക്കൽ നിർബന്ധമാണ്. ഇതേപോലെയാണ് മഗ്രിബിന്റെ സമയത്ത് നമുക്ക് അശുദ്ധി ഉണ്ടായിരുന്നു, ഇശാഇന്റെ സമയത്തും അശുദ്ധി ഉണ്ടായിരുന്നു. സുബഹി ബാങ്ക് കൊടുക്കുന്ന 1 മിനിറ്റ് മുമ്പ് നമ്മുടെ അശുദ്ധിയൊക്കെ നീങ്ങി ശുദ്ധിയായി എന്ന് കണ്ടാൽ അവിടെ അതേ തക്ബീർ അല്ലാഹു അക്ബർ പറയാനുള്ള സമയം ബാക്കിയുണ്ട് എന്ന് കണ്ടാൽ
ആ ഇശാ നിസ്കരിക്കൽ നിർബന്ധമാണ്, കൂടെ മഗ്രിബും നിസ്കരിക്കൽ നിർബന്ധമാണ്. വല്ലാത്ത ശ്രദ്ധ നമുക്ക് വേണം. ഒരു വഖ്ത് നിസ്കാരം തെറ്റിപ്പോയാൽ പരിഹരിക്കാൻ ഇവിടെ ആരുണ്ട്? പരിഹരിക്കാൻ കഴിയില്ല. പടച്ച റബ്ബിന്റെ മുമ്പിൽ ആ വഖ്തിന്റെ നിസ്കാരത്തിന് ഉത്തരം നൽകേണ്ടി വരും. ഇൽമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെടുകയില്ല. കാരണം ഇൽമു പഠിക്കാനുള്ള സകല സൗകര്യങ്ങളുമുള്ള സമയമാണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള അവസ്ഥയാണ് പടച്ച റബ്ബ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെയാണ് മറ്റൊരു മസ്അലയുള്ളത്. ഒരാള് ഒരു വക്തിൽ നിന്ന് സുബ്ഹാനല്ലാഹ് ളുഹുർ ബാങ്ക് കൊടുത്തു. ളുഹുർ ബാങ്ക് കൊടുക്കുമ്പോൾ ആ ഉമ്മ ശുദ്ധിയിലാണ് എന്ന് കണ്ടാൽ, ളുഹുർ ബാങ്ക് കൊടുത്ത് 5 മിനിറ്റ് ആകണമെങ്കിൽ ആ ഉമ്മക്കോ പെങ്ങൾക്കോ അശുദ്ധിയുണ്ടായി എന്ന് കണ്ടാൽ, എന്ന് പറഞ്ഞാൽ ഒരു നിസ്കരിക്കാനുള്ള സമയം ഒരു വക്ത് കടന്നുകൊണ്ട് ഉണ്ടായാൽ, ഒരു വക്ത് കടന്ന് നിസ്കരിക്കാനുള്ള സമയമുണ്ടായി, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഉണ്ടായി എന്ന് കണ്ടാൽ, ആ 10 മിനിറ്റ് കഴിയലോട് കൂടെ അശുദ്ധി ഉണ്ടായി, നിസ്കരിച്ചിട്ടില്ല എങ്കിലും വജബത്തിൽ കസ്വലാ, ശുദ്ധിയൊക്കെ കഴിഞ്ഞ് അശുദ്ധിയൊക്കെ കഴിഞ്ഞ് പിന്നീട് ശുദ്ധിയായാൽ ആ നിസ്കാരം നിസ്കരിക്കൽ നിർബന്ധമാണ്. ളുഹുർ ബാങ്ക് കൊടുത്തു, ശുദ്ധി ഉണ്ടായിരുന്നു, ബാങ്ക് കൊടുത്തപ്പോൾ തന്നെ നിസ്കരിക്കൂലല്ലോ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അശുദ്ധി ഉണ്ടാകുന്നത് എങ്കിൽ ആ സമയത്ത് അശുദ്ധി ഉണ്ടായി, അതുകൊണ്ട് നിസ്കാരം നിർബന്ധമല്ല, നിസ്കരിക്കേണ്ടതില്ല. അങ്ങനെയല്ല മസ്അല. നാം പിന്നീട് ശുദ്ധിയായി കഴിഞ്ഞാൽ ആ നിസ്കാരം വരെ മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണ്, ഖളാ വീട്ടൽ നിർബന്ധമാണ്. അപ്പോൾ ഒരു വക്തിൽ നിസ്കാരം ശുദ്ധിയോടെ ലഭിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം നിസ്കരിക്കൽ നിർബന്ധമാണെന്നാണ് മുഅ്മിനീങ്ങളെ. അപ്പോൾ അശുദ്ധിയുണ്ടായ കാലത്ത് നിസ്കരിക്കേണ്ടതില്ല, ശുദ്ധിയുണ്ടായ കാലത്ത് നിസ്കരിക്കണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയല്ലോ. അപ്പൊ പൂർണ്ണമായ ശുദ്ധിയോടെ ആയിരിക്കണം നിസ്കരിക്കേണ്ടത്. ഈ ശുദ്ധി എന്ന് പറഞ്ഞാൽ 2 നിലക്കുള്ള ശുദ്ധിയുണ്ട്. ഒന്ന് നജസിൽ നിന്നുള്ള ശുദ്ധിയാണ്, മറ്റൊന്ന് അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധിയാണ്. നജസിൽ നിന്ന് ശുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ അറിയുന്ന എന്തൊക്കെയോ മാലിന്യങ്ങളുണ്ടല്ലോ, നജസുകളുണ്ടല്ലോ. ആ നജസിൽ നിന്ന് നമ്മുടെ ശരീരം മുക്തമായിരിക്കണം. നാം എടുക്കുന്ന വുളൂഇന്റെ വെള്ളം മുക്തമായിരിക്കണം. സുബ്ഹാനല്ലാഹ്, നാം നിസ്കരിക്കുന്ന സ്ഥലം ശുദ്ധമായിരിക്കണം. അതേ, നാം ഉടുക്കുന്ന വസ്ത്രങ്ങൾ ശുദ്ധമായിരിക്കണം. ഈ ശുദ്ധി നിസ്കാരത്തിൽ നിർബന്ധമാണ്. അതാണ് പരിപൂർണമായ ശുദ്ധി. മാത്രമല്ല, ആ ശുദ്ധിയുടെ ഒരു ഭാഗമാണ് നിസ്കാരത്തിന് മുമ്പ് ഞങ്ങൾ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നു. ഏതാണത്? ഉളുവെടുക്കുന്നു. ആ ഉളുവെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഉമ്മമാരെ, എൻ്റെ ചെറുപ്പക്കാരെ, കാരണവന്മാരെ, നാം എടുക്കുന്ന ഉളു ഉണ്ടല്ലോ, അതൊരു ബക്കറ്റിലുള്ള വെള്ളം കൊണ്ട് ഉളുവെടുക്കുകയാണെങ്കിൽ വല്ലാത്ത ശ്രദ്ധ നമുക്ക് വേണം. ഒന്നെന്താണ് ശ്രദ്ധ? ആ വെള്ളത്തിനെ പകർച്ചയാക്കുന്ന ഒന്നും ആ വെള്ളത്തിൽ വീഴാതിരിക്കണം. സോപ്പ് പോലോത്തതോ അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും പൊടി പോലോത്ത സാധനങ്ങൾ വെള്ളത്തിൽ വീണ് കലർന്ന് വെള്ളത്തിൻ്റെ കളർ തന്നെ മാറ്റുന്ന, വെള്ളത്തിൻ്റെ വാസന തന്നെ മാറ്റുന്ന വസ്തുക്കൾ വീണിട്ടുള്ള വെള്ളത്തിൽ ഉളുവെടുക്കാൻ പറ്റില്ല. ശുദ്ധമായ വെള്ളമായിട്ടുണ്ടാകണം. രണ്ടാമതോ, ആ വെള്ളത്തിൽ നിന്ന് ഉളുവെടുക്കുമ്പോൾ വല്ലാത്ത ശ്രദ്ധ വേണം. ഈ എടുക്കുന്ന വുളു ഫർളിന്റെ വുളുവാണെങ്കിലോ ആ ഫർളിന്റെ വുളു എടുക്കുമ്പോൾ മുഖം കഴുകുന്ന വെള്ളം ആ ബക്കറ്റിലേക്ക് തെറിക്കാത്തതുപോലെ നോക്കണം. ഇതുപോലെ വലിയ അശുദ്ധി ഉണ്ടാകുന്ന സമയത്ത് വല്ലാതെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ വീട്ടിൽ ബാത്റൂമിലെ വലിയ ചെമ്പുണ്ടാകും. ആ ചെമ്പിലെ പാത്രത്തിലാണ് പലപ്പോഴും കുളിക്കാറുള്ളത്. ഇന്നൊക്കെ ഷവറിന്റെ സിസ്റ്റം വന്നുപോയി. അതുകൊണ്ട് ആ വിഷയം തലചൂടാക്കേണ്ടതില്ല. ടാപ്പിന്റെ സിസ്റ്റം വന്നുപോയി, തലചൂടാക്കേണ്ടതില്ല. ഏതെങ്കിലും ഒറ്റപ്പെട്ട വീട്ടിൽ വലിയ ചെമ്പുണ്ടാക്കി ആ ചെമ്പിന്റെ ഉള്ളിൽ വെള്ളം ശേഖരിച്ച് കുളിക്കുമ്പോൾ ശ്രദ്ധിക്കണം.
നാം കുളിക്കുന്ന ഫർള് കുളിയുടെ വെള്ളം ഒരുറ്റി പോലും ആ വെള്ളത്തിലേക്ക് തെറിക്കാൻ പാടില്ല. കാരണം ആ വെള്ളം മുസ്തഅമലായി പോകും. മുസ്തഅമലായ വെള്ളം കൊണ്ട് കുളിക്കാൻ പറ്റൂല, ഉളുവെടുക്കാൻ പറ്റൂല. ഇതൊക്കെ വലിയ അശുദ്ധി കുളിക്കുന്നവർ നന്നായി ശ്രദ്ധിക്കണം. നമുക്ക് ഇങ്ങനെ മഗ്ഗു കൊണ്ട് വെള്ളം ഇങ്ങനെ കോറും, എന്നിട്ട് കുളിക്കും. അപ്പോൾ ആദ്യം കുളിച്ച വെള്ളം കയ്യിലൊക്കെ ആയിട്ടുണ്ടാവും. അടുത്തിങ്ങനെ കൈയിടുമ്പോൾ ആ വെള്ളം അവിടെ ആ ചൊമ്പിലേക്ക് വീണ് ആ വെള്ളം മുസ്തഅമലാവും. പിന്നെ കുളിക്കാൻ പറ്റൂല ആ വെള്ളം കൊണ്ട്. കുളിച്ചാൽ കുളി സഹീവാവില്ല. അപ്പോൾ അവിടെ നിയ്യത്ത് വെക്കണമെന്ന് ഫിഖഹിന്റെ കിതാബ് പറയുന്നുണ്ട്. എന്താ നിയ്യത്ത്? അടുത്ത വെള്ളം എടുക്കുമ്പോൾ ഞാൻ വെള്ളം കോരാൻ വേണ്ടിയാണ് ഞാൻ എന്താക്കുന്നത്, ഈ ചൊമ്പിലേക്ക് കൈ മുക്കുന്നത് പറഞ്ഞിട്ടൊരു നിയ്യത്ത് വെക്കണം. എങ്കിൽ പിന്നെ അവിടെ കൈ തട്ടിയത് കൊണ്ട് എന്താവില്ല, പ്രശ്നമാവില്ല. നേരെ കൈയിട്ടാൽ പ്രശ്നമാവും. കാരണം കയ്യിൽ ആൾറെഡി ഈ വലിയ അശുദ്ധി കുളിച്ച വെള്ളം ഉണ്ടാകും. അല്ലെങ്കിൽ വലിയ അശുദ്ധിയുടെ നിയ്യത്തോടു കൂടെയാണ് ഈ കൈ മുക്കുക. അപ്പോൾ ആ വെള്ളം മുസ്തഅമലാവും. വല്ലാത്ത ശ്രദ്ധ വേണം. പിന്നെ ഇന്നൊക്കെ ഷവറായി, ഞാൻ വലിയ അശുദ്ധിയെ കുളിക്കുന്നു, വലിയ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് നിയ്യത്ത് വെച്ചിട്ട് കുളിച്ചാൽ മതി. ഏത് കുളിക്കും ഏത് നിയ്യത്ത് വേണം. നിയ്യത്തില്ലാത്ത കുളി കുളിയല്ല. അത് പിന്നെ സോപ്പിടലും വെള്ളം വാർക്കലും മാത്രമാവും. ഉദുവെടുക്കുമ്പോൾ അങ്ങനെ തന്നെ നിയ്യത്ത് വേണം. അത് മുഖം കാകുന്ന തുടക്കത്തിലാണ് നിയ്യത്ത് വേണ്ടത്. എപ്പോൾ നിയ്യത്ത് വെച്ചിട്ട് കാര്യമില്ല. മുഖം കാകുന്ന മധ്യത്തിന് നിയ്യത്ത് വെക്കാൻ പാടില്ല. മുഖം കാകുന്ന തുടക്കത്തിലാണ് നിയ്യത്ത് വെക്കേണ്ടത്. അതിങ്ങനെ വെള്ളം എടുത്തിട്ട് മുഖത്തിലേക്ക് ഇങ്ങനെ ഇടാനാകുമ്പോൾ ഉദു എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു, അല്ലെങ്കിൽ നിസ്കാരത്തിന് ഹലാലാക്കല്ല ഞാൻ കരുതുന്നു. ഇത് നിയ്യത്തോടു കൂടെ ആയിരിക്കണം. ആ നിയ്യത്ത് വെച്ചിട്ട് മതി മുഖത്തിലേക്ക് വെള്ളം വാരാൻ. അല്ലാഹു നമുക്ക് വേണ്ടതുപോലെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഇത് വല്ലാത്ത ശ്രദ്ധിക്കണം. എങ്ങനെല്ലാമായി കുളിച്ചാൽ, എങ്ങനെല്ലാമായി ഉദു എടുത്താൽ ഉദു ആവില്ല. ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആ വെള്ളം ശുദ്ധമായ വെള്ളമായിരിക്കണം, മുസ്തഅമലാകാൻ പാടില്ല. പിന്നെ നജസിൽ നിന്നുള്ള ശുദ്ധിയാണ്. അത് നജസിൽ നിന്ന് ശുദ്ധി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില നജസുണ്ടാവും. ഉദാഹരണക്ക് വീട്ടിൽ പൂച്ച ഉണ്ടാവും. അതിനെ പിന്നെ നല്ലോണം തട്ടിയിട്ട് നിസ്കാരത്തിൻ്റെ മുസല്ലയിലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ കിടക്കുക, അതിൻ്റെ കൂടെ തന്നെ ഉറങ്ങുക, നിസ്കരിക്കുമ്പോൾ അതിനെ മൗനമാക്കിയിട്ട് നിർത്തുക. ഇതൊക്കെ ആക്കിയിട്ട് ആ പൂച്ചൻ്റെ മുടി മുസല്ലയിലേക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാരണം കൊണ്ടാണ് ആ മുടി മുസല്ലയിലായിട്ടുള്ളത്, നമ്മുടെ ഷർട്ടിലായിട്ടുള്ളത്, നമ്മുടെ മുസല്ലയിലായിട്ടുള്ളത്. നിസ്കാരം സഹിയാവൂല. പൂച്ച തിന്നാൻ പറ്റാത്ത ജീവിയാണെങ്കിലും ശുദ്ധിയായ ജീവിയാണ്. എൻ്റെ ചെറിയ ചെറിയ മുടികളൊക്കെ അഫുണ്ട് എന്നാണ്, നജസാണെങ്കിലും. പക്ഷെ അത് ഞങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അഫു ഉണ്ടാവില്ല. ഞങ്ങൾ തന്നെ അതിനെ ഇങ്ങനെ നല്ല അതിൻ്റെ മാനക്കൊക്കെ ആക്കിയിട്ട് ആലിംഗനം ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഉറങ്ങിയിട്ട് എന്നിട്ട് നിസ്കരിക്കുക. അവിടേക്ക് പൂച്ചൻ്റെ മുടി ഉണ്ടെങ്കിൽ നിസ്കാരം സഹിയാവില്ല. ശ്രദ്ധിക്കണം. അതേപോലെ മാലിന്യങ്ങൾ, നജസുകൾ, നമ്മുടെ കുട്ടികൾ, പല ചെറിയ ചെറിയ കുട്ടികളൊക്കെ ചിലപ്പോൾ ഛർദിക്കും. നജസാവത് ഛർദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. പാമ്പസിറ്റ കുട്ടികൾ വന്നിട്ടൊക്കെ മുസല്ലയിൽ നിൽക്കും. നല്ല ശ്രദ്ധ വേണം. അപ്പോൾ നജസിൽ നിന്നുള്ള ശുദ്ധി അത് ശ്രദ്ധിക്കേണ്ട ശുദ്ധിയാണ്. അങ്ങനെ പരിപൂർണമായ ശുദ്ധിയോടുകൂടെ ഒരാൾ നിസ്കരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മവാഖീതിഹ, നിസ്കാരത്തിൻ്റെ സമയത്തിന് നിസ്കരിക്കണം. മൊയിലാരെ, ഞാൻ സുബഹി നേരം പൈൻ്റടിക്കാൻ പോകുന്നുണ്ട്, എനിക്ക് മേസ്ത്രിൻ്റെ പണിയാ, നിസ്കരിക്കാൻ കഴിയുന്നില്ല. പറഞ്ഞ് കാര്യമില്ല. മുഅ്മിനീങ്ങളെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ 5ാം ഖലീഫയായി പേരുകേട്ട മഹാനാണ്. പടച്ച റബ്ബിനെ വല്ലാത്ത പേടിച്ച മഹാനാണ്. മഹാനവറുകൾ മണ്ണിൻ്റെ മുകളിൽ അല്ലാതെ സുജൂദിടാറില്ല. ഒരു വിരിപ്പും വിരിക്കാതെ അല്ലാഹുവിൻ്റെ ഭൂമിയിൽ
സുജൂദിടുന്ന മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഈ ഭൂമി മുഴുവനും തഹൂറായിട്ടാണ് അല്ലാഹു തആല പടച്ചിട്ടുള്ളത്. ഈ ഭൂമി മുഴുവനും ശുദ്ധമായിട്ടാണ് പടച്ചിട്ടുള്ളത്. എവിടെയും മനുഷ്യനെ നിസ്കരിക്കാം, നജസുകളില്ലാതിരുന്നാൽ മതി. പൈൻ്റ് അടിക്കുന്ന ആള് പൈൻ്റ് അടിച്ച ആ വസ്ത്രം കൊണ്ടേ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റാതൊന്നുമില്ല, നിസ്കരിക്കാൻ പറ്റും. കാരണം പൈൻ്റ് നജസല്ലല്ലോ, ആ വസ്ത്രത്തിൽ നജസില്ലല്ലോ, ആ സ്ഥലത്തിലും നജസില്ലല്ലോ. നിസ്കരിക്കണം. സമയമാകുമ്പോൾ നിസ്കരിക്കണം. ഖളാ വീട്ടുന്ന സ്വഭാവമുണ്ടല്ലോ മുഅ്മിനീങ്ങളെ, അത് വലിയ ആഫത്തിലേക്ക് നമ്മെ കൊണ്ടുപോയി എത്തിക്കും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഒരു വീടുണ്ടാക്കാൻ വേണ്ടി എത്ര പ്രയത്നം ചെയ്യുന്നു, എത്ര ശ്രമിക്കുന്നു ഞങ്ങൾ? 1 മാസമോ 2 മാസമോ അല്ല, 25, 30 കൊല്ലം 40 കൊല്ലം ഗൾഫിൽ ജീവിച്ച് കുടുംബങ്ങളൊക്കെ ത്യജിച്ച്, മക്കളെയൊക്കെ ത്യജിച്ച്, ഈ മക്കളെ പോറ്റാൻ വേണ്ടി, കുടുംബത്തിനെ പോറ്റാൻ വേണ്ടി ഞങ്ങളൊക്കെ ജീവിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഈ ദുനിയാവിനെ സമ്പാദിക്കാനാണ്, ദുനിയാവിലെ ഒരു വീടുണ്ടാക്കാനാണ്. മുഅ്മിനീങ്ങളെ, 40 വയസ്സ് കഴിഞ്ഞ് ഇവിടേക്ക് തിരിച്ചു വന്നാലോ, ഒരു 10 കൊല്ലം ഞങ്ങൾ ജീവിക്കും, പിന്നെ മരിച്ചു പോകും. നമ്മുടെ വീട് നമ്മുടെ കൂടെ ഇല്ല, നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഇല്ല. എല്ലാവരും ഖബറിന്റെ അരികിൽ വന്ന് ഒരു ഫാത്തിഹ ഓതിയെങ്കിൽ അൽഹംദുലില്ലാഹ്, എന്നിട്ടോ 3 പിടി മണ്ണും നമ്മുടെ മേൽ വാരിയിട്ട് ആ മക്കളൊക്കെ തിരിച്ചു പോകും. പിന്നെ ഞങ്ങൾ ഒറ്റക്കാണ്. നമുക്കൊരു ഭവനം ശാശ്വതമായി നിർമ്മിക്കണ്ടേ മുഅ്മിനീങ്ങളെ? സ്വർഗമാകുന്ന ഭവനം അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതിനാദ്യമായി വേണ്ടത് നിസ്കാരമാണ്. ഖളാക്കി നിസ്കരിക്കുന്ന പതിവുണ്ടല്ലോ, ഈമാനില്ലാത്ത മരണത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിസ്കാരത്തിനോട് കൂറില്ലാത്ത മനുഷ്യൻ, നിസ്കാരത്തിനോട് താല്പര്യമില്ലാത്ത മനുഷ്യൻ ദുനിയാവിൽ അനുഭവിക്കുന്ന ചില ശിക്ഷകളുണ്ട്. വന്നേതാണ്, അദ്ദേഹത്തിന് ദാരിദ്ര്യം വല്ലാതെയുണ്ടാകും, മനസ്സിന് സമാധാനം കുറയും, മുഖത്തിൽ ഈമാനിന്റെ അടയാളം നഷ്ടപ്പെടും, ആയസ്സിലെ ബറക്കത്ത് നഷ്ടപ്പെടും. അല്ലാഹു നമ്മെ കാക്കട്ടെ. മരിക്കാൻ അടുത്താകുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന വലിയ ദുരന്തം ഏതാണ്? അദ്ദേഹത്തിന് ഈമാൻ കിട്ടൂല. നിസ്കാരത്തിനോട് നമുക്ക് കൂറ് വേണം, നല്ല താല്പര്യങ്ങൾ വേണം. അതില്ലെങ്കിലോ വലിയ നഷ്ടം ജീവിതകാലത്തും മരണകാലത്തും മരിച്ചതിൻ്റെ ശേഷവും ഉണ്ടാകും. അല്ലാഹു നമ്മയൊക്കെ കാക്കട്ടെ. പരിപൂർണമായ ശുദ്ധിയോടെ നിസ്കരിക്കണം, സമയത്തിന് നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിച്ചാൽ കാനത്ത് ലഹു നൂറാ, ആ നിസ്കാരം അവനിക്ക് വലിയ പ്രകാശമായി നാളെ ആഖിറത്തിൽ വരും. ഓ ബുർഹാന, നാളെ അവൻ്റെ ഏറ്റവും വലിയ തെളിവായി അവനിക്ക് രക്ഷപ്പെടാനുള്ള ആധാരമായ നിസ്കാരം വരും. അതേ സമയത്തിലോ അടുത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വമൻ ളയ്യഅഹാ ഹുശിറ മഅ ഫിർഔൻ ഹുശിറ മഅ ഹാമാൻ ഹുശിറ മഅ ഖാറൂൻ. നിസ്കാരത്തിനെ പാഴാക്കി നടക്കുന്ന ആളുകൾ, നിസ്കാരത്തിനെ കൃത്യമായി നിസ്കരിക്കാത്ത ആളുകൾ, ഖളാക്കുന്ന ആളുകൾ, നാളെ ആഖിറത്തിൽ 3 സഫ് ഉണ്ടാകുള്ളൂ മുഅ്മിനീങ്ങളെ. ഒന്ന് അംബിയായിന്റെ സഫാണ്, മറ്റൊന്ന് സ്വഹാബത്തിന്റെ സഫാണ്, മറ്റൊന്ന് സ്വാലിഹീങ്ങളുടെ സഫാണ്. 4മത്തൊരു സഫില്ല. പിന്നെ ഇവിടെ കാണുന്നത് യഥേച്ഛമായ കുഫാറിന്റെ സഫുകളാണ്. ആ സഫുകളെ കൂട്ടത്തിലൊരു പ്രധാനമായ സഫുണ്ട്. ആ സഫിന്റെ തലയിൽ നിൽക്കുന്നത്, അതിന്റെ നേതൃത്വം വഹിക്കുന്നത് ഫിർഔനാണ്, ഹാമാനാണ്, ഖാറൂനാണ്. അല്ലാഹു നമ്മെ കാക്കട്ടെ. ഫിർഔനാരാണ്? എന്തുകൊണ്ട് അങ്ങനെ ആയിപ്പോയി? ഫിർഔൻ അഹങ്കാരിയായത് എന്തുകൊണ്ടാണ്?
അധികാരം വല്ലാതെ കിട്ടിപ്പോയത് കൊണ്ടാണ്. ഈ ഹദീസിന്റെ ശറഹിൽ മഹാന്മാർ പറയുന്നു, ഫിർഔൻ അങ്ങനെയാകാനുള്ള കാരണം അധികാരം കിട്ടിയത് കൊണ്ടാണ്. അധികാരത്തിന്റെ പേരിൽ ഒരാൾക്ക് നിസ്കാരം നഷ്ടപ്പെടുന്നുണ്ടോ? മന്ത്രിയായതിന്റെ പേരിൽ നിസ്കാരം നഷ്ടപ്പെടുന്നുണ്ടോ? സംഘടനയുടെ പ്രസിഡന്റ് ആയതിന്റെ പേരിൽ നിസ്കാരം നഷ്ടപ്പെടുന്നുണ്ടോ? മീറ്റിംഗ് കൂടിയതിന്റെ പേരിൽ നിസ്കാരം നഷ്ടപ്പെടുന്നുണ്ടോ? ഒരു സംഘടനയുടെ മെമ്പർഷിപ്പ് വാങ്ങിയത് കൊണ്ട് നിസ്കാരം നഷ്ടപ്പെടുന്നുണ്ടോ? ആ സംഘടന ബറക്കത്തുള്ള സംഘടനയല്ല, ആ സ്ഥാനം ബറക്കത്തുള്ള സ്ഥാനമല്ല. നാളെ ആഖിറത്തിൽ ഈ മനുഷ്യൻ നിൽക്കാൻ പോകുന്നത് ഫിർഔനിന്റെ കൂടെയെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയില്ല ചില ആളുകൾ മര്യാദയ്ക്ക് നാട്ടിൽ നിസ്കരിച്ചുണ്ടായിരുന്ന ആളുകൾ ആരോ പാർട്ടിക്കാർ ഓനെ വിളിച്ചുകൊണ്ട് പോയത് പ്രവർത്തിക്കാൻ വേണ്ടി. അങ്ങനെ പാർട്ടിക്ക് പിന്നെ സിന്ദാബാദും പാർട്ടിക്ക് പിന്നെ നല്ല ജയിടാൻ വേണ്ടിയാ പോയതോ. പിന്നെ ഈ ഭാഗത്ത് കണ്ടില്ല. നല്ല സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഇടയ്ക്ക് സ്റ്റേജിൽ വന്ന് കയറി പോകുന്നല്ലാതെ പിന്നെ പള്ളിയിൽ കാണാറില്ല. ഫിർഔനിന്റെ കൂടെ നാളെ നിൽക്കേണ്ടി വരും. മറ്റൊന്ന് ഹാമാനാണ്. ഫിർഔൻ എന്ന ആ അഹങ്കാരിയുടെ കൂടെ ഉണ്ടായിരുന്ന എഞ്ചിനീയറാണ് ഹാമാൻ. ഹാമാൻ വലിയ എഞ്ചിനീയറാണ്, വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്. ഹാമാനോടാണ് ഫിർഔൻ പറഞ്ഞത്, ഹാമാനെ ഇബ്നിലി സരീഹാ, എനിക്കൊരു വലിയ കെട്ടിടമുണ്ടാക്കണം. അതിലൂടെ ഞാൻ മേലിൽ കയറി ആകാശത്തിൽ കയറി മൂസാന്റെ അള്ളാനൊന്ന് എനിക്ക് കാണണം. ഹാമാൻ എഞ്ചിനീയറാ, വലിയ പഠിപ്പിസ്റ്റാണ്, എഞ്ചിനീയറിംഗ് ചെയ്ത ആളാ. അതിൻ്റെ അർത്ഥം എന്താ? പഠനത്തിൻ്റെ പേരിൽ നിസ്കാരം നഷ്ടപ്പെടുന്നുണ്ടോ? എക്സാമിൻ്റെ പേരിൽ നിസ്കാരം നഷ്ടപ്പെടുന്നുണ്ടോ? പ്രോജക്റ്റ് വർക്കിൻ്റെ പേരിൽ നിസ്കാരം നഷ്ടപ്പെടുന്നുണ്ടോ? അസൈൻമെന്റിൻ്റെ പേരിൽ നിസ്കാരം നഷ്ടപ്പെടുന്നുണ്ടോ? PG-യുടെയും UG-യുടെയും PU-യുടെയും SLC-യുടെയും പേരിൽ നിസ്കാരം നഷ്ടപ്പെടുന്നുണ്ടോ? ഹുശിറ മഅ ഹാമാൻ. അല്ലാഹു നമ്മെ കാക്കട്ടെ. ഉമ്മമാരെ, എൻ്റെ കാരണവന്മാരെ, മക്കളെ വളർത്തുമ്പോൾ ഐഹികമോഹികളായി വളർത്തല്ലേ. മക്കളെ ദുനിയാവിനേക്കാൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആഖിറമാണ്. ആ മക്കളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മകനായി ഏറ്റവും നല്ല മകനായി ജനിച്ച ആളാണ് അബൂ യസീദിൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. ചെറിയ കാലത്ത് മദ്രസ പഠിക്കുന്ന കാലത്ത് ആ മോൻ സൂറത്തുൽ മുസമ്മിൽ ഇങ്ങനെ ഓതാനിടയായി. സൂറത്തുൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. സൂറത്തുൽ മുസമ്മിലിന്റെ ഭാഗത്തേക്ക് ആ മോൻ ഓതി എത്തിയപ്പോൾ ഉപ്പയോട് ആ മകൻ ചോദിക്കുകയാണ്, മൻ ഹാദല്ലദീ അമറഹുല്ലാഹു തആല ബിഖിയാമിൽ ലൈൽ. ഉപ്പാ, പരിശുദ്ധമായ സൂറത്തുൽ മുസമ്മിലിലെ തഹജ്ജുദ് നിസ്കരിക്കണം, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ട ആളുണ്ടല്ലോ, ആ ആള് ആരാണ് ഉപ്പാ? യാ ബുനയ്യാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പ പറഞ്ഞു, മോനെ, ആ കൽപ്പിക്കപ്പെട്ട ആള് ഞങ്ങളല്ല, നബിതങ്ങളാൻ. മകൻ തിരിച്ചു ചോദിച്ചു, ഫലിമ ലാ തഫ്അലു കമാ ഫഅല മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തി എന്തുകൊണ്ടുപ്പാ നിങ്ങൾ ചെയ്യുന്നില്ല? ചെറിയ മക്കൾ ആത്മീയ ബോധമുള്ള മക്കളാണ്, മക്കളൊക്കെ ആത്മീയ ബോധമുള്ളവരാണ്. പക്ഷേ മക്കളെ തമ്മാടികളാക്കി തീർക്കുന്നത്, മക്കളെ ഐഹികമോഹികളാക്കി തീർക്കുന്നത്,
മക്കളെ ഖുർആനുമായി ബന്ധമില്ലാതെയാക്കി തീർക്കുന്നത്, എഡ്യൂക്കേഷനും പറഞ്ഞ് റാങ്കും പറഞ്ഞ് ശമ്പളവും പറഞ്ഞ് ജോബും പറഞ്ഞ് മക്കളെ ദുനിയാവിലേക്ക് പ്രോത്സാഹിപ്പിച്ച് ആഖിറത്തിനെ തൊട്ട് തിരിക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഫഅബവാഹു യുഹവ്വിദാനിഹി വയുമജ്ജിസാനിഹി, മക്കൾ നല്ലവരാണ്, നല്ല ചിന്തയുള്ളവരാണ്, ഔലിയാഇന്റെ മനസ്സുള്ളവരാണ്. ആ മനസ്സുകളെ യഹൂദികളാക്കി തീർക്കുന്നതും അവരെ ഐഹിക മോഹികളാക്കി തീർക്കുന്നതും അവരുടെ മാതാപിതാക്കളാണ്. അല്ലാഹു നമ്മെ കാക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഈ ചെറിയ മകനുപ്പയോട് ചോദിച്ചു, ഉപ്പാ, ഈ കൽപ്പിക്കപ്പെട്ട ആള് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? ഉപ്പ ഒരു മറുപടി പറഞ്ഞു, മോനെ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്, ആ മഹാൻ വലിയ ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് അല്ലാഹു തആല വലിയ കഴിവുകളൊക്കെ നൽകിയിട്ടുണ്ട്, ആ നിസ്കരിക്കാനുള്ള വലിയ സാമർത്ഥ്യങ്ങളും മനസ്സൊക്കെ നൽകിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുന്നത്, നമുക്കത് ചെയ്യാൻ കഴിയില്ല. മകൻ വെട്ടില്ല. രണ്ടാമതായി ചോദിച്ചു, അതേ സൂറത്തിൽ വത്വാഇഫത്തുല്ലദീന മഅക്, തങ്ങളെ കൂടെയുള്ള ആളുകളും രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കട്ടെ എന്ന് മറ്റൊരു ഭാഗത്തും കൂടി കാണുന്നുണ്ടല്ലോ. ഉപ്പാ, ആരാണത് ഉപ്പാ? ഉപ്പ പെട്ടെന്ന് മറുപടി പറഞ്ഞത് അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസ്ഹാബാണ്. അപ്പോഴാണ് മകൻ വീണ്ടും ചോദിക്കുന്നത്, ഫലിമ ലാ തഫ്അലു കമാ ഫഅലു, അവർ ചെയ്തതുപോലെ എന്തുകൊണ്ട് ഉപ്പാ നിങ്ങൾ ചെയ്യുന്നില്ല? നിങ്ങൾ എന്തേ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നില്ല? യാ ബുനയ്യ ഖവ്വാഹുമുല്ലാഹു അലാ ഖിയാമിൽ ലൈൽ, അവർക്ക് പ്രത്യേകമായ ഖുവ്വത്ത്, ശക്തി അല്ലാഹു നൽകിയിട്ടുണ്ട് നിസ്കരിക്കാൻ. അപ്പോഴാണ് മകൻ എടുത്തൊരു ചോദ്യം ചോദിക്കുന്നത്, യാ ബതി ലാ ഖൈറ ഫീമൻ ലാ യഖ്തദി ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു, നബിതങ്ങളും നബിതങ്ങളുടെ അസ്ഹാബിനെ പിൻപറ്റാത്ത ആളിൽ എന്ത് ഖൈറാണ് ഉപ്പാ നമുക്കുള്ളത്? സ്വന്തം മകന്റെ ഉപദേശം കേട്ട ഉപ്പ അന്ന് മുതൽ നിസ്കരിക്കാൻ തുടങ്ങി, രാത്രി നിസ്കരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മകൻ വിടുന്നില്ല, യാ അബതി അല്ലിംനി സലാത്തൽ ലൈൽ, രാത്രി എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് എനിക്ക് പഠിപ്പിച്ചു തരുമോ? ഉപ്പ പറഞ്ഞു, മോനെ, നീ നിസ്കരിക്കണ്ട, നീ ചെറിയ മോനാണ്, നീ നിസ്കരിക്കാനായിട്ടില്ല, നിസ്കരിക്കണ്ട. നമ്മുടെ വീട്ടിൽ പലരും പറയാറുണ്ടല്ലോ, മക്കളൊന്ന് ഖുർആൻ ഓതാൻ നിൽക്കുമ്പോൾ നീ സ്കൂളിൻ്റെ ഹോംവർക്ക് ചെയ്തോ, നീ പ്രോജക്റ്റ് വർക്ക് ചെയ്തോ എന്ന് ചോദിച്ച് ഖുർആൻ മുടക്കുന്ന ഉമ്മമാരില്ലേ? അതേ, സ്കൂളിൻ്റെ പഠിപ്പിന് വേണ്ടി മദ്രസ നഷ്ടപ്പെടുത്തുന്ന ഉമ്മമാരില്ലേ? ഓ ഉമ്മമാരെ, അബൂ യസീദിൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ വല്ലാത്ത പാഠമുണ്ട്. മഹാനവറുകൾ തിരിച്ചുപ്പയോട് ചോദിക്കുകയാണ്, ഇദാ ജമഅല്ലാഹുൽ ഖലായിഖ യൗമൽ ഖിയാമ, നാളെ ഒരു ദിവസം വരാനുണ്ടല്ലോ ഉപ്പാ, ആ ഖിയാമനാളിൽ എല്ലാ മനുഷ്യന്മാരെയും പടച്ചറബ് ഒരുമിച്ച് കൂട്ടി, വഅമറ അസ്ഹാബൽ ജന്നതി ഇലൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ അഹ്ലുക്കാരോട് നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പോയിക്കോ എന്ന് അല്ലാഹു തആല കൽപ്പിക്കുമ്പോൾ ഞാൻ അവിടെ അല്ലാഹുവിന്റെ മുമ്പിൽ പറയും, അറത്തു സ്വലാത്ത ബിൽ ലൈലി ഫമനഅനി അബീ, രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച് നിന്നിലേക്ക് അടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താൻ നോക്കിയപ്പോൾ എന്നെ തടഞ്ഞത് എൻ്റെ ഉപ്പയാണ് എന്ന് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ കംപ്ലൈന്റ് പറയും. ഉപ്പാ, അതോടുകൂടെ ഉപ്പ പൊട്ടിപ്പോയി. യാ ബുനയ്യക്കും ഫസല്ലി ബില്ലൈൽ, മോനെ, എൻ്റെ കൂടെ നിന്ന് നീ രാത്രി നിസ്കരിച്ചോ. മുഅ്മിനീങ്ങളെ, ആഖിറത്തിലേക്കുള്ള പ്രോത്സാഹങ്ങൾ വേണം, ആഖിറത്തിലേക്കുള്ള പ്രോത്സാഹങ്ങൾ കൂടുതൽ വേണം. അവിടെയാണ് നമ്മുടെ മക്കൾ റാങ്ക് ജേതാക്കളാകേണ്ടത്, അവിടെയാണ് മക്കൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ വിജയിക്കേണ്ടത്. ആ വിജയമാണ് ശരിക്കുള്ള വിജയം.
അല്ലാഹു നമ്മുടെ മക്കളെ കൂട്ടത്തിൽ പെടുത്തട്ടെ. എഞ്ചിനീയറിംഗിൻ്റെ പേരിൽ, മെഡിക്കലിൻ്റെ പേരിൽ നിസ്കാരം നഷ്ടപ്പെടുത്താനുള്ളവരല്ല നാം. അല്ലാഹു തആല നമ്മുടെ മക്കളെ ഖുർറത്തൈനാക്കി തരട്ടെ. ഹാമാനിൻ്റെ കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞതിൻ്റെ ശേഷം ഖാറൂനിൻ്റെ കൂടെയുണ്ടാകുമെന്നും നബി തങ്ങൾ പറഞ്ഞു. നിസ്കാരത്തിന് കൃത്യമായി നിസ്കരിക്കാത്തവർ ഖാറൂനിൻ്റെ കൂടെയാണ്. ആരാണ് ഖാറൂൻ? മുഅ്മിനീങ്ങളെ, നമുക്കൊക്കെ പരിചയമുള്ള, ഖുർആൻ പരിചയപ്പെടുത്തിയ ആളാണ്. കോടിക്കണക്കിൽ സമ്പത്തുണ്ടായ ആളാണ് ഖാറൂൻ. ലോകത്ത് അതുപോലെ ഒരു സമ്പത്ത് ഒരു പണക്കാരനും പിന്നെ ഉണ്ടായിട്ടില്ല. വലിയ സമ്പത്തുള്ള മനുഷ്യനാണ് ഖാറൂൻ. വലിയ ബിസിനസിൻ്റെ ആളാണ് ഖാറൂൻ. ഒരാളുടെ ബിസിനസ് കാരണം കൊണ്ട്, കച്ചവടം കാരണം കൊണ്ട്, സമ്പത്തിൻ്റെ കാരണം കൊണ്ട് നിസ്കാരം നഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ ഖാറൂനിൻ്റെ കൂടെയാണെന്നാണ് ഈ ഹദീസിൻ്റെ അർത്ഥം. ശാരിഹീങ്ങൾ പറയുന്നു. അല്ലാഹു നമ്മെ കാക്കട്ടെ. ധാരാളം ആളുകൾ സ്റ്റോറുകൾ നടത്തുന്നവരുണ്ടാകും, കച്ചവടങ്ങൾ ചെയ്യുന്നവരുണ്ടാകും. ഏത് സ്റ്റോറുകൾ നടത്തിയാലും, കച്ചവടം നടത്തിയാലും പടച്ച റബ്ബിനെ മറന്നുകൊണ്ടുള്ള സ്റ്റോറുകളില്ല, കച്ചവടങ്ങളില്ല. അല്ലാഹു തആല നമ്മുടെ കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, പരിപൂർണമായ ശുദ്ധിയോടുള്ള നിസ്കാരം, ആ നിസ്കാരത്തിന് വലിയ മഹത്വമാണ്, ആ നിസ്കാരത്തിന് വലിയ പ്രാധാന്യമാണ്. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഇബാദത്തുകളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഇബാദത്താണ് നിസ്കാരം. ആ നിസ്കാരം വിട്ട് ഒരു കളി നമുക്ക് വേണ്ട. ആ നിസ്കാരത്തിനോട് താല്പര്യമില്ലായ്മ ഉണ്ടാക്കുന്ന എന്തൊക്കെയുണ്ടോ ആ പ്രവണതകളിൽ ഞങ്ങൾ ഏർപ്പെടേണ്ടത് വേണ്ട. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഒരാൾ നിസ്കാരത്തിനെ കരുതുകൂട്ടി അദ്ദേഹം ഉപേക്ഷിക്കുന്നുണ്ടെങ്കിലോ ഫഖദ് ബരിഅ മിൻ സിമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം എൻ്റെ ദിമ്മത്തിൽ നിന്ന് വൈവായ ആളാണ്. എൻ്റെ സംരക്ഷണം അദ്ദേഹത്തിന് ലഭ്യമല്ല, എൻ്റെ കൂടെ അദ്ദേഹം ഉണ്ടാകില്ല. അതുകൊണ്ട് ശുദ്ധിയോടെ നിസ്കാരങ്ങൾ ദൈമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഒരാൾ ഉളൂ എടുത്തു, നന്നായി ഉളൂ എടുത്തു, കുളിക്കുമ്പോൾ അങ്ങനെ തന്നെ നന്നായി കുളിക്കണം. മുഅ്മിനീങ്ങളെ, നമ്മുടെ മുടിയുടെ ഓരോ ഭാഗത്തിലേക്കും വെള്ളമെത്തണം, നമ്മുടെ പൊക്കിലിൻ്റെ ഉള്ളിലേക്കും വെള്ളമെത്തണം, നമ്മുടെ ചെവിയുടെ കാണാത്ത ചുളിഞ്ഞു നിൽക്കുന്ന ഭാഗങ്ങളിലേക്ക് വെള്ളമെത്തണം, ഉള്ളിലേക്കല്ല. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ചുളിഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്, വെള്ളമെത്തണം, ശ്രദ്ധിക്കണം. ഒരു വേള ഞങ്ങൾ മുടിയിലേക്ക് പൈൻ്റെടുക്കുന്ന ആളാണെങ്കിലോ, ഡൈറ്റ് നടക്കുന്ന ആളുകളാണെങ്കിലോ, ഉമ്മമാരെ, മൈലാഞ്ചി ഇട്ടാൽ ചില മൈലാഞ്ചികൾ ഇളകി പോകാറുണ്ട്. ആ മൈലാഞ്ചികൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ഉദു സഹീഹാകൂല, കുളി സഹീഹാകൂല. ഉദുവും കുളിയും സഹീഹാകാതെ എങ്ങനെയാണ് നിസ്കാരം നിസ്കരിക്കുക? പണ്ടുള്ള മഹാന്മാർ ആ വിഷയത്തിൽ വല്ലാത്ത ശ്രദ്ധ പാലിച്ചില്ലേ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ജനാബത്തുമായി ബന്ധപ്പെട്ട ഒരു ഹദീസിനെ കേട്ടുപോയി. ജനാബത്ത് കുളിക്കുന്ന ആൾ വേണ്ടതുപോലെ കുളിച്ചില്ലെങ്കിലോ, അദ്ദേഹത്തിൻ്റെ മുടികളിലേക്ക് വെള്ളമെത്തില്ലെങ്കിലോ നരകത്തിൽ വല്ലാത്ത ശിക്ഷയിലേക്ക് അദ്ദേഹത്തിന് ഇറയാക്കപ്പെടുന്നതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് ഹദീസ് കേട്ടതിൻ്റെ ശേഷം പറയുന്നു, സുമ്മാദൈതു ശഅറ റഅസീ വകാന യജ്സു ശഅറഹു. മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. മഹാനവറുകൾ പറയാണ്, പിന്നെ ഞാൻ മുടി വളർത്താറില്ല, എൻ്റെ മുടി ഞാൻ മൊട്ടയടിക്കലാണ് പിന്നെ ചെയ്യാറുള്ളത്. എനിക്ക് പേടി പിടിച്ചു പോയി.
മുഅ്മിനീങ്ങളെ, മുടി വളർത്തുന്നവരും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളം തട്ടേണ്ട ഭാഗത്തിലേക്ക് തട്ടില്ലെങ്കിലോ പ്രശ്നമാണ്. പിന്നെ നിസ്കാരം സഹീഹല്ല, ഖുർആൻ ഓത്ത് ശരിയല്ല, പിന്നെ പള്ളിയിലേക്ക് വന്നിരിക്കുന്നതും ശരിയല്ല, എല്ലാം ഹറാമാണ്. ഡൈയിടുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് മാറ്റണേ, അതിലേക്കൊന്ന് ചേഞ്ച് വരുത്തണേ. ഡൈയിടൽ ഇസ്ലാം ഹറാമാക്കിയതാണ്. കാരണം അത് നിസ്കാരത്തിന് തടസ്സമുണ്ടാക്കുന്നു എന്നുള്ളതാണ്. മൊയിലാഞ്ചി വെക്കൽ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതേ സമയത്ത് കലറുകൾ തേച്ച് അതേ വെള്ളം പോകാത്ത നിലക്കുള്ള കലറുകളുമിട്ട് ആ മുടിയിലേക്ക് വെള്ളം പോയില്ലെങ്കിലോ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. നമ്മുടെ നിസ്കാരമൊന്നും സഹീഹിയാകൂല. മഹാനായ ആഫഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പണ്ടുള്ള മഹാന്മാർ എത്ര ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ, ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു ലോകം കണ്ട വലിയ പണ്ഡിതനാണ്. മഹാനവരുകൾ ഒരു ദിവസം നല്ല തണുപ്പ് പിടിച്ച രാത്രിയാണ്. ഇവിടെയുള്ള തണുപ്പ് പോലെയല്ല. അവിടെയുള്ള തണുപ്പുകൾ എന്ന് പറഞ്ഞാൽ വെള്ളങ്ങളൊക്കെ ഐസ് കട്ടയായി മാറും, അങ്ങനെയുള്ള തണുപ്പാണ്. ആ തണുപ്പ് കാലത്ത് മഹാനവരുകൾ കിടന്നുറങ്ങിയപ്പോ മഹാനവരുകൾക്ക് സ്ഖലനമുണ്ടായി, വലിയ അശുദ്ധിയുണ്ടായി. മഹാനവരുകൾ പിന്നെ അശുദ്ധിയോടെ കിടക്കാൻ നിന്നില്ല. മുഅ്മിനീങ്ങളെ, എപ്പോഴും ശുദ്ധിയുണ്ടാവുക എന്നുള്ളതുണ്ടല്ലോ, അത് നമ്മുടെ ഈമാനിന്റെ വളർച്ചയ്ക്ക് കാരണമാണ്, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ കാരണമാണ്. എപ്പോഴും ശുദ്ധിയുണ്ടാവുക അത് നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പ്രേരേപിക്കുന്ന സംഗതിയാണ്. മഹാനായ സൈനുദ്ദീൻ അൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മോനെ, നീ ഒരു ഉളു എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉളു കൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും നീ ഉളു പുതുക്കലുണ്ടല്ലോ. ളുഹറിനടുത്ത ഉളു അസർ വരെയുണ്ട്, അതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റും. പക്ഷേ ഈ മനുഷ്യൻ ളുഹർ കൊണ്ടെടുത്ത ഉളു കൊണ്ട് മതിയാക്കാതെ പിന്നെയും ഉളുവിനെ പുതുക്കുകയാണെങ്കിൽ നിനക്ക് അത് കാരണമായി രാത്രിയെ നേറ്റ് പടച്ചറബിന്റെ മുമ്പിൽ നിസ്കരിക്കാൻ കരയാൻ പടച്ചറബ് തൗഫീഖ് നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. രാത്രിയെ നേറ്റ് നിസ്കരിക്കാൻ ചില ഇബാദത്തുകളുണ്ട് മുഅ്മിനീങ്ങളെ. അതിൽപ്പെട്ട മറ്റൊരു ഇബാദത്താണ് മഗ്രിബിന്റെയും ഇശാഇന്റെ ഇടയിൽ ഇബാദത്ത് കൊണ്ട് സജീവമാക്കൽ. സൂറത്തുൽ മുൽക്ക് ഓതൽ, സൂറത്തുൽ വാഖിയ ഓതൽ, സൂറത്തുൽ സജദ ഓതൽ. അപ്പോഴേക്ക് ഇശാ ബാങ്കാകുമല്ലോ. മഗ്രിബിന്റെയും ഇശാഇന്റെ ഇടയിലുള്ള സമയം ഒരാൾ ഇബാദത്തിലായി തീർത്താൽ, മഗ്രിബിന്റെ മുമ്പുള്ളൊരു 10 മിനിറ്റ് സമയം തസ്ബീഹിലും തഹ്മീദിലും ഇസ്തിഗ്ഫാറിലും തീർത്താൽ ഉറപ്പായി അദ്ദേഹത്തിന് സുബഹിയെ നേറ്റ് നിസ്കരിക്കാൻ കഴിയുമെന്ന് സകല മഹാന്മാർ പഠിപ്പിച്ചതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പലർക്കുമുള്ള കംപ്ലൈന്റ് ആണ്, മൊയിലാരെ നല്ല മനസ്സുണ്ട്, ആഗ്രഹമുണ്ട്, സുബഹിക്ക് നേറ്റ് നിസ്കരിക്കാൻ പക്ഷെ കഴിയുന്നില്ല. കഴിയണമെങ്കിൽ ഈ 3 സംഗതികൾ മഹാന്മാർ പഠിപ്പിച്ചതാണ്. ഒന്ന് ഉദൂഹിനെ പുതുക്കലാണ്, ശുദ്ധി എപ്പോഴും ഉണ്ടാകലാണ്. 2 മഗ്രിബിന്റെ മുമ്പ് തസ്ബീഹുകൾ ദായിമാക്കലാണ്. 3 മഗ്രിബിന്റെയും ഇശാഇന്റെ ഇടയിൽ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കലാണ്. ഉമ്മമാരെ, പണ്ടുള്ള വീടുകളിൽ തബാറക ഓതാതെ ആ വീടുകളിൽ ലൈറ്റ് ഓഫ് ആവാറില്ല. സൂറത്തുൽ വാഖിയ ഓതാതെ ആ വീട് ഉറങ്ങാറില്ല. സൂറത്തു സജദ ഓതാതെ ഉമ്മമാർ ഭക്ഷണം കഴിക്കാറില്ല. മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലുള്ള സമയങ്ങൾ സജീവമാക്കിയിരുന്ന നാടുകൾ ഇന്നിവിടെ, സജീവമാക്കിയിരുന്ന വീടുകൾ ഇന്നിവിടെ. പടച്ച റബ്ബേ, ഈ നാടിന്റെ ഇബാദത്തും ഇസ്സത്തും ഈമാനും നിലനിർത്തണേ അല്ലാഹ്. മഹാനായ ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം ലോകം കണ്ട വലിയ പണ്ഡിതനാണ്. രാത്രി വലിയ അശുദ്ധി ഉണ്ടായപ്പോൾ നേരെ വെള്ളത്തിൻ്റെ അടുത്ത് പോയി നോക്കി. വെള്ളം നല്ല ഐസ് കട്ടയായി നിൽക്കുന്നുണ്ട്. മഹാനവറുകൾ തിരിഞ്ഞു നോക്കിയില്ല. വെള്ളത്തിലേക്കൊരു കുത്തും കുത്തി. ആ വെള്ളത്തിനതേ കട്ട പിടിച്ച വെള്ളത്തിനെ വെള്ളമാക്കി തീർത്ത് ആ വെള്ളം കൊണ്ട് ഐസ് വെള്ളം കൊണ്ട് കുളിച്ചു.
എന്നിട്ട് മഹാനവറുകൾ പിന്നീടും ഉറങ്ങിയപ്പോൾ പിന്നീടും അശുദ്ധിയുണ്ടായി. മഹാന്മാരെങ്ങനെയാണ് മുഅ്മിനീങ്ങളെ? അള്ളാഹുവിന് വേണ്ടി ഏത് പ്രയാസങ്ങളും അവർ അനുഭവിക്കാൻ സിദ്ധരാണ്, ഏത് ത്യാഗങ്ങൾക്കും അവർ സിദ്ധരാണ്. രണ്ടാമതും വെള്ളത്തിൻ്റെ അടുത്ത് വന്ന് വെള്ളത്തിനെ പൊട്ടിച്ച് അതിനെ വെള്ളമാക്കി തീർത്ത് പിന്നെയും ഐസ് വെള്ളം കൊണ്ട് കുളിച്ചു. ആ കുളിക്കളോട് കൂടെ മഹാനവറുകൾ ബോധം കെട്ടു വീണു. അപ്പോഴാണ് ഒരു വിളിയാളം കേൾക്കുന്നത്, ലൗ അവ്വിളന്നക ബിഹാ ഇസ്സദ്ദുന്യാ വൽ ആഖിറ. ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം എന്ന പേര് വന്നത് എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ? മഹാനവറുകൾക്ക് പടച്ച റബ്ബ് ദുനിയാവിൽ ഇസ്സത്ത് നൽകി, ആഖിറത്തിലും ഇസ്സത്ത് നൽകി. കാരണം പടച്ച റബ്ബിന് വേണ്ടി അദ്ദേഹം ശുദ്ധിയായി എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾ ശുദ്ധിയായി എന്നിട്ടതേ നിസ്കാരത്തിലേക്കുള്ള തയ്യാറിയിൽ അദ്ദേഹം ഒഴുകിയാൽ അദ്ദേഹം നിസ്കാരത്തിലേക്ക് കൈകെട്ടുന്നത് വരെ നിസ്കാരത്തിലാണ്. അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന പ്രതിഫലം നിസ്കരിക്കുന്ന പ്രതിഫലം തന്നെ. വീട്ടിൽ ളുഹർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഉളുവെടുത്തു, ബിസ്വാഖൊക്കെ ചെയ്ത് ഉളുവെടുത്തു, നന്നായി ഉളുവെടുത്തു. മുഖം പൂർണ്ണമായി, കൈ പൂർണ്ണമായി, കാല് പൂർണ്ണമായി കഴുകി, തല പൂർണ്ണമായി തടകി അദ്ദേഹം ഉളുവെടുത്ത് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പെർഫ്യൂമൊക്കെ ഇടേണ്ടത് ഇട്ട് അദ്ദേഹം നടന്നു വരാൻ. ആ ഉളുവെടുത്തത് മുതൽ പള്ളിയിൽ ഇഖാമത്ത് കൊടുക്കുന്നത് വരെ അദ്ദേഹം നിസ്കാരത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ ചവിട്ടടിക്കും അല്ലാഹു തആല ഹസനത്തിനെ എഴുതുന്നു, ഓരോ ചവിട്ടടിക്കും ദോഷങ്ങളെ പുറത്തു കൊടുക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫലാ യസ്ആ, ഇഖാമത്ത് കേട്ടാൽ പള്ളിയിലേക്ക് ഓടി വരണ്ട. ഫഇന്ന അഅളമകും അജ്റൻ അബ്അദുകും ദാറാ, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫലം ലഭിക്കുന്നവർ, ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്നവർ ഈ പള്ളിയുടെ ദൂരത്ത് നിൽക്കുന്ന വീട്ടുകാരാൻ. സുബ്ഹാനല്ലാഹ്. മദീനയിൽ ബനൂ സലമ എന്ന് പറയുന്ന ഒരു ഗോത്രമുണ്ടായിരുന്നു. മസ്ജിദുൻ നബവിയുടെ ചുറ്റുഭാഗത്ത് ചില സ്ഥലങ്ങൾ വൈവായി കണ്ടപ്പോൾ, ഉണ്ടെന്ന് കണ്ടപ്പോൾ ബനൂ സലമക്കാർ മസ്ജിദുൻ നബവീൻ്റെ അടുത്ത് പോയി താമസിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെയുണ്ടല്ല, പള്ളിൻ്റെ അടുത്ത് വീടുണ്ടാക്കുന്ന അറിഞ്ഞിട്ട് പള്ളിൻ്റെ അടുത്തൊരു പുര കെട്ടാൻ എല്ലാവരും താല്പര്യമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനൂ സലമക്കാരപ്പം തന്നെ വിളിച്ചു, അല്ല ഈ പള്ളിയുടെ അടുത്ത് വീട് നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടു, ശരിയാണോ? അതെ നബിയെ, കുറേ ദൂരല്ല, ഞങ്ങൾ മദീനത്തിൻ്റെ ഏതോ ഒരു ഭാഗത്തല്ലേ ഉള്ളത്, അതുകൊണ്ട് അടുത്ത് വീട് നിർമ്മിക്കാൻ അറിഞ്ഞിട്ടാണ് അഭിപ്രായത്തിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദിയാറക്കും ദിയാറക്കും തുക്തബ് ആസാറുക്കും. ബനൂ സലമ മസ്ജിദുൻ നബവിയുടെ അടുത്ത് വരണ്ട. ഇപ്പോൾ എവിടെയാണോ നിലകൊള്ളുന്നത് അവിടെ തന്നെ നിന്നോ. കാരണം നിങ്ങൾ നടന്നു വരുന്ന പ്രതിഫലം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. നന്മകളിലേക്ക് നടന്നു വന്ന ആ കാൽ ചവിട്ടിൻ്റെ അടയാളങ്ങൾ അത് നഷ്ടപ്പെടൂല എന്നാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അള്ളാഹു നമ്മുടെ നടത്തങ്ങളും പ്രവർത്തനങ്ങളൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ചെറിയ വിഷയമൊന്നുമല്ല നിസ്കാരം എന്നുള്ളത്. നിസ്കാരത്തിലേക്ക് തയ്യാറിയായത് മുതൽ നടന്നു വരുമ്പോൾ ഓരോ ചവിട്ടടിക്കും നമ്മുടെ സ്ഥാനങ്ങൾ കൂടും അത്രേ ആഖിറത്തിൽ. ഈ ഹസനത്ത് എന്ന് പറഞ്ഞാൽ ഒരു നന്മ എന്ന് അർത്ഥം വെക്കൽ. ഹജ്ജ് അതൊരു നന്മയാണ്. നാട്ടിലെ 1000 വീട്ടുകാർക്ക് സ്ത്രീകളുടെ ഭാഗത്തേക്ക് വക്കറ്റ് വരും. അത് പിന്നെ വീട്ടിലേക്കുള്ളതല്ല, വെള്ളം കോരാനുള്ളതും അല്ല. അത് ഇത്ര നല്ല മജ്‌ലിസ് നടത്തണമെങ്കിൽ മാഷാ അല്ലാഹ്, ഞാൻ കുറേ സ്ഥലത്ത് വാതിന് പോകാറുണ്ട്. ഈ നല്ലൊരു ടൊപ്പിയൊക്കെ ഇട്ട് താടിയൊക്കെ വെച്ച് സുന്നത്തുകളൊക്കെ പാലിച്ചിട്ട് ഒരു അച്ചടക്കത്തോടെ ഇരുന്നൊരു മജ്‌ലിസ് ഞാൻ ചിലതേ കണ്ടിട്ടുള്ള അതിലൊരു മജ്‌ലിസാണിത്. അള്ളാഹു ഹിദായമാക്കി തരട്ടെ. അപ്പോൾ ഈ മജ്‌ലിസിന് നല്ലൊരു ചിലവുണ്ട്. ഇതൊക്കെ ഇത്ര സെറ്റപ്പ് ആക്കണമെങ്കിൽ നല്ല മൈക്കും നല്ല മീഡിയയും
ഈ പന്തലൊക്കെ ഇട്ടിട്ടാക്കണമെങ്കിൽ നല്ല ചിലവുണ്ട്. നാം ചിലവഴിക്കുന്ന ചിലവുകളിൽ നമുക്കെപ്പോഴും ബാക്കിയാകുന്ന, അള്ളാഹിൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റുന്ന, നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ചിലവാണ് ഇൽമിലേക്ക് വേണ്ടി ചിലവഴിക്കുന്ന ചിലവ്. അതിൻ്റെ അത്ര നല്ലൊരു ചിലവ് ലോകത്ത് വേറെ ഒന്നില്ല. കാരണം നിസ്കരിക്കണമെങ്കിൽ ഇൽമ വേണം, ഉളുവെടുക്കണമെങ്കിൽ ഇൽമ വേണം, അല്ലേ? എല്ലാത്തിനും ഇൽമ വേണം. ആ ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്ന വേദിയിലേക്ക് ചിലവ് കൊടുക്കുക, അത് ഏറ്റവും നല്ല ചിലവായിട്ട് മാറും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉമ്മമാരൊക്കെ നല്ല സഹായിക്കണം. വക്കറ്റുമായിട്ട് കുട്ടികൾ വരുമ്പോൾ നല്ല പൈസ ഇട്ട് നല്ല ഉദ്ദേശങ്ങളൊക്കെ കരുതി അല്ലാഹു നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി തരട്ടെ. എന്ത് സങ്കടങ്ങളും പ്രയാസങ്ങളും ദുനിയവിയായതുണ്ടാകും, ദീനിയായതുണ്ടാകും, അതൊക്കെ അല്ലാഹു തആല പരിഹരിച്ച് തരട്ടെ. വീട് അടുത്തുണ്ടാകേണ്ട, ദൂരം ഇരിക്കലാണ് നല്ലത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനു സലമയോട് പറഞ്ഞു അത്രേ. അപ്പോൾ നമുക്കും മാതൃകയാണ്. പള്ളിയിലേക്ക് വരുമ്പോൾ ഓടി വരലല്ല, പള്ളിയിലേക്ക് വരുമ്പോൾ വണ്ടിയിൽ വരലും അല്ല, നടന്നു വരലാണ് ഏറ്റവും നല്ലത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ നിസ്കാരം നമ്മുടെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാനുള്ള കഴിവ് നിസ്കാരത്തിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് വിളിച്ചു പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനാണ് അബൂ ഹുറൈറ. മഹാനവറുകളോട് നബി തങ്ങൾ പറഞ്ഞു, മുറഹലക ബിസ്വലാ, അബൂ ഹുറൈറ നിന്റെ കുടുംബത്തോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. ഫഇന്നല്ലാഹ അസ്സ വജല്ല യഅതീക ബിർറിസ്ഖി മിൻ ഹൈസു ലാ തഹ്തസിബ്, നീ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ നിനക്കുള്ള റിസ്ക് പടച്ച റബ്ബ് നൽകും. നിസ്കരിക്കാൻ കുടുംബക്കാരോട് കൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ കുടുംബം നിസ്കരിക്കുന്ന കുടുംബമാകണം. അതാണ് എല്ലാ നിസ്കാരത്തിന്റെ പിന്നാലെ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ദുആ എടുക്കണം. എന്തിനാണത്? നാം നന്നാകാനാണ്, കുടുംബം നന്നാകാനാണ്. മുഅ്മിനീങ്ങളെ, കുടുംബം ഏറ്റവും കൂടുതൽ നന്നാകുന്നത് എപ്പോഴാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരെ ദുആറുന്നില്ലേ, എൻ്റെ മക്കളെ സന്താന പാരമ്പര്യങ്ങളെ നിസ്കരിക്കുന്നവരാക്കണേ അല്ലോ, നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ അല്ലോ. ചോദിക്കട്ടെ കാരണവന്മാരെ, ഞങ്ങൾ 4 മണിക്ക് സുബഹിക്കേനേറ്റപ്പോൾ മറ്റൊരു മുറിയിൽ നമ്മുടെ മോൻ കിടക്കുന്നുണ്ട്. ഞങ്ങൾ ഏനേറ്റ് നിൽക്കുമ്പോൾ ആ മുറിയിലെ മോൻ മുസല്ല ഇട്ടിങ്ങനെ നിസ്കരിക്കുന്ന രംഗം ഞങ്ങൾ കാണുന്നു, ഖുർആൻ ഓതുന്ന രംഗം കാണുന്നു. എങ്കിൽ ചോദിക്കട്ടെ, മകൻ ഡോക്ടറേറ്റ് എടുക്കുന്നതോ, മകൻ എഞ്ചിനീയറിംഗ് പാസ്സാക്കുന്നതോ, മകൻ കോടിക്കണക്കിലുള്ള സമ്പത്തുമായി വന്ന് നിങ്ങളുടെ കയ്യിൽ തരുന്നതോ ഇഷ്ടം അല്ല? മകന്റെ ഈ നിസ്കാരവും ഖുർആൻ ഓത്താണോ ഇഷ്ടം? എവിടെയുള്ള മുഴുവൻ കാരണവന്മാർ പറയും മകന്റെ ഈ നല്ല നിലക്കുള്ള നിസ്കാരവും ഖുർആൻ ഓത്താൻ. കാരണം നമ്മുടെ ഈ ലോകത്തേക്കും പരലോകത്തേക്കും നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും നമ്മുടെ ഈമാനിനും ഏറ്റവും വലിയ സന്തോഷവും കൺകുളിർമയും രക്ഷയും നൽകുന്ന സാധനമാണ് ഇബാദത്ത്. അതാണ് പരിശുദ്ധമായ ഖുർആൻ ഖുർറത അയ്യുൻ എന്ന് പറഞ്ഞത്. കണ്ടാൽ കണ്ണ് നിറഞ്ഞു പോകണം, കണ്ടാൽ കണ്ണ് നിറയണം. മക്കളെ കണ്ടാൽ ഖുർആൻ ഓതുന്ന മക്കളെ വളർത്തിയെടുക്കൂ, നിസ്കരിക്കുന്ന മക്കളെ വളർത്തിയെടുക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില കുടുംബത്തിൻ്റെ അടുത്ത് പോയാൽ ആ കുടുംബം ദാരിദ്ര്യത്തിൽ ജീവിതം നയിക്കുന്നത് കണ്ടാൽ ഉടൻ പറയും, നിങ്ങൾ എല്ലാവരും നിസ്കരിക്കൂ. ഒരു കുടുംബം നിസ്കരിക്കുന്ന കുടുംബമായാൽ പിന്നെ ആ കുടുംബത്തിന് ദാരിദ്ര്യമുണ്ടാകൂല, ആ കുടുംബത്തിന് അസമാധാനങ്ങൾ ഉണ്ടാകൂല, ആ കുടുംബത്തിന് മാരകമായ രോഗങ്ങൾ ഉണ്ടാകൂല. നിസ്കാരം വല്ലാത്ത പവറുള്ള നിസ്കാരമാണത്, ബറക്കത്തുള്ള ഇബാദത്താണത്, ബറക്കത്തുള്ള ഇബാദത്താണത്. നിസ്കരിക്കുമ്പോൾ ചില ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുണ്ട്. ഞാൻ സംസാരം നീട്ടുന്നില്ല. അല്ലാഹു തആല
ചില നിസ്കാരങ്ങളിലേക്ക്, ചില നിസ്കരിക്കുന്ന ആളുകളിലേക്ക് നോക്കൂല എന്ന് പറയുന്ന ഹദീസുണ്ട്. ഏതാണ് ആ നിസ്കാരം? നിസ്കരിക്കുമ്പോൾ റുക്കുഇലെ നേരെ മുതുകു നേരെയാക്കാത്ത നിസ്കാരങ്ങൾ, സുജൂദിലെ വേണ്ടതുപോലെ സുജൂദ് ചെയ്യാത്ത നിസ്കാരങ്ങൾ. ഈ നിസ്കരിക്കുന്ന ആളിലേക്ക് പടച്ചറബ് നോക്കൂല. നിസ്കരിക്കുമ്പോൾ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന ആളുകൾ, അവന്റെ നിസ്കാരം പടച്ചറബിനെ വേണ്ടാന്ന് മാത്രമല്ല, അയ്യുഹവ്വിലല്ലാഹു വജ്ഹഹു വജ്ഹ ഹിമാർ, കഴുതയുടെ മുഖമായി നാളെ ആഖിറത്തിൽ അവന്റെ മുഖത്തിന് മാറ്റപ്പെടുന്നതാണ്. നിസ്കരിക്കാൻ നിന്നാൽ ചിലർക്കുണ്ട് ചൊരിയുന്ന അഭ്യാസം, നിസ്കരിക്കാൻ നിന്നാലുണ്ട് ചിലർക്കിങ്ങനെ കാലിങ്ങനെ മുടക്കുന്ന അഭ്യാസം, നിസ്കരിക്കാൻ നിന്നാലുണ്ട് ചിലർക്കിങ്ങനെ ആടുന്നൊരഭ്യാസം. ഈ ആടലും ചൊരിയലും മുടക്കലൊക്കെ ഉണ്ടല്ലോ മുഅ്മിനീങ്ങളെ, നിസ്കാരത്തിൽ വേണ്ട. ആ നിസ്കാരം പടച്ചറബ് പൊരുത്തപ്പെടുന്ന നിസ്കാരമല്ല. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. നിസ്കരിക്കുന്നവർ വിജയിച്ചു പോയി. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് തന്നെ നാശമെന്ന് പറയുന്ന ആയത്തുമുണ്ട്. വല്ലാതെ ശ്രദ്ധിക്കണം, നിസ്കാരത്തിൽ കളികൾ വേണ്ട. ആ നിസ്കാരം ഒന്ന് ജമാഅത്തായി നിസ്കരിച്ചാലോ സുബ്ഹാന റബ്ബി, എന്തൊരു മഹത്വമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, നബി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു, മൻ ഷഹിദൽ ഇശാ, ഇശാ ഒരാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ ഫകഅന്നമാ ഖാമ നിസ്ഫ ലൈല, രാത്രിയുടെ അർദ്ധഭാഗം നിന്ന് നിസ്കരിച്ച പ്രതിഫലമാണ്. വമൻ ഷഹിദ സുബ്ഹ, അന്നത്തെ സുബ്ഹി ഒരാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ ഫകഅന്നമാ ഖാമ ലൈല, രാത്രി മുഴുവനും അദ്ദേഹം നിസ്കരിച്ചതുപോലെയാണ്. മുഅ്മിനീങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു സ്വഹാബത്ത് സുബ്ഹി നിസ്കാരത്തിന്റെ ജമാഅത്തിന് വന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് നേരെ അദ്ദേഹത്തിനെ തേടി വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് എവിടെ? എൻ്റെ ഭർത്താവ് വർക്കിലാണ്. എന്തേ കാരണം? അദ്ദേഹം രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച് സുബ്ഹി വീട്ടിൽ തന്നെ നിസ്കരിച്ച് അദ്ദേഹം ഉറങ്ങിയിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ നിസ്കാരം എനിക്ക് ഇഷ്ടമല്ല. അദ്ദേഹത്തിന് സുബ്ഹി ജമാഅത്തിന് പങ്കെടുത്തിരുന്നുവെങ്കിലോ ആ രാത്രി മുഴുവനും എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിനേക്കാൾ അഫ്ളലായ സവാബ് പടച്ച റബ്ബിന്റെ അടുത്ത് കിട്ടുമായിരുന്നു. ഓ മുഅ്മിനീങ്ങളെ, ജീവിതം മൊത്തം ഇബാദത്തായി നിറക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ചെറിയ പണിയേ അതിനുള്ളൂ. ഏതാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പണിയാണ്. എല്ലാ നിസ്കാരവും ജമാഅത്തായി നിസ്കരിക്കുക. ഉമ്മമാരെ, വീട്ടിൽ ജമാഅത്തായി നിസ്കരിക്കാനുള്ള സൗകര്യം എവിടെയാണില്ലാത്തത്? വീട്ടിൽ ജമാഅത്തായി നിസ്കരിക്കാനുള്ള ശ്രമം നടത്തണം. മക്കളെ ഇമാമായി നിർത്തണം, അല്ലെങ്കിൽ നാം ഇമാമായി നിന്ന് അഭ്യാസം ചെയ്യണം. അതേ യുവാക്കളെ, ചെറുപ്പക്കാരെ, കാരണവന്മാരെ, നാം നിസ്കരിക്കേണ്ടത് പള്ളിയിലാണ്, ജമാഅത്തായിട്ടാണ്. എല്ലാ നിസ്കാരവും ജമാഅത്തായി നിസ്കരിച്ചാൽ ആ മനുഷ്യന്റെ ശരീരം മുഴുവൻ, ആ മനുഷ്യന്റെ ഹൃദയം മുഴുവൻ ഇബാദത്ത് കൊണ്ട് പടച്ച റബ്ബ് നിറക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജമാഅത്ത് നിസ്കാരത്തിന്റെ ഗൗരവം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. പണ്ടുള്ള മഹാന്മാർ ഒരു ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടലുണ്ടല്ലോ മുഅ്മിനീങ്ങളെ, അതിനെ ദുരന്തമായി കണക്കാക്കിയിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ തോട്ടത്തിലേക്ക് വെള്ളമടിച്ച് തിരിച്ചു വരുന്ന നേരം അതേ അസർ നിസ്കാരം ജമാഅത്തോട് കൂടെയുള്ളത് നഷ്ടപ്പെട്ടു. മഹാനവറുകൾ അവിടെ തന്നെ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉപ്പ മരണപ്പെട്ടാൽ, മക്കള് മരണപ്പെട്ടാൽ, കുടുംബക്കാര് മരണപ്പെട്ടാൽ പറയുന്ന വാചകമല്ലേ, മുസീബത്തിന്റെ സമയത്ത് പറയുന്ന വാചകമല്ലേ, ആ വാചകമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ. എന്നിട്ട് ഏത് കാരണമായിട്ടാണ് എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടത് എന്ന് മഹാനവർ ചിന്തിക്കാൻ തുടങ്ങിയെന്ന മഹാനവർക്ക് മനസ്സിലായി, എൻ്റെ ഈ തോട്ടമാണ് എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെടുത്താൻ കാരണം. ആ തോട്ടത്തിന് അപ്പം തന്നെ പറഞ്ഞു, ഈ തോട്ടം ഈ നാട്ടിലെ മിസ്കീന്മാർക്ക് ഞാൻ സ്വതക്ക ചെയ്ത് കഴിഞ്ഞു, എനിക്ക് ഈ തോട്ടം വേണ്ട.
മഹാനായ ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്. മനുഷ്യന്മാർക്ക് ഒരു വേദനയും നൽകാത്ത മഹാനാണ്. ഒരാളെയും ആക്രമിക്കാത്ത മഹാനാണ്. ലോകത്ത് പരിത്യാഗി എന്ന് പേര് കേട്ട മഹാനാണ്. വലിയ ആബിദാണ്, വലിയ മഹാനാണ് ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയുന്നു, എനിക്കൊരു ദിവസം ജമാഅത്തായിട്ടുള്ള നിസ്കാരം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എന്നെ സാന്ത്വനം പറയാൻ, എനിക്ക് വന്ന വല്ലാത്ത മുസീബത്തിനെ കുറിച്ച് സമാധാനം പറയാൻ അബൂ ഇസ്ഹാഖിൽ ബുഖാരി എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിന് മഹാൻ പറയാണ്, എൻ്റെ മക്കളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മക്കള് മരിച്ചിട്ടുണ്ടെങ്കിലോ 10,000-ത്തിലധികം ആളുകൾ എന്നെ വന്ന് സമാധാനം പറയുമായിരുന്നു. പക്ഷേ എനിക്കതിഷ്ടമല്ല. കാരണം അന്ന മുസീബത്തദ്ദീനി അഹ്വനു ഇൻദന്നാസി മിൻ മുസീബത്തിദ് ദുനിയാ. ദുനിയാവിൻ്റെ മുസീബത്തിനേക്കാൾ ജനങ്ങൾക്ക് ഏറ്റവും നിസ്സാരമാണ് ദീനിൽ വരുന്ന മുസീബത്ത്. മുഅ്മിനീങ്ങളെ, നമുക്കിന്ന് ഏറ്റവും വലിയ മുസീബത്ത് ഏതാണ്? രോഗമല്ല, ദുരന്തങ്ങളല്ല, ആക്സിഡന്റുകളല്ല, നമ്മുടെ മക്കളതേ ഹാൻഡിക്യാപ്ഡ് ആയതല്ല, മക്കളില്ലാത്തത് അല്ല, ഉള്ള വീട് പൊളിഞ്ഞു പോയതല്ല. നമ്മുടെ ഈമാനിന് തകർച്ചമുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 1400 വർഷം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദുആ തന്നെ മുഅ്മിനീങ്ങൾക്ക് പഠിപ്പിച്ചു നൽകിയത്. ലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ. പടച്ച റബ്ബേ, നമുക്കുള്ള മുസീബത്ത് നമ്മുടെ ദീനിലാക്കല്ലേ അല്ലാഹ്. ദീനിൽ വരുന്ന മുസീബത്തിനേക്കാൾ മറ്റൊരു മുസീബത്തില്ല മുഅ്മിനീങ്ങളെ. നമ്മുടെ മക്കൾ ബിദ്അത്തിന്റെ ആളുകളായി തീരുക, അതിനേക്കാൾ വലിയൊരു മുസീബത്തില്ല. നമ്മുടെ മക്കൾ ലിബറൽ ചിന്താഗതികളായി തീരുക, അതിനേക്കാൾ മറ്റൊരു വലിയ മുസീബത്തില്ല. മക്കളതെ അവരുടെ കൈകാലുകൾ പൊളിഞ്ഞു പോകലല്ല, അവരുടെ ശരീരത്തിന് അനാരോഗ്യമുണ്ടാകലല്ല മുസീബത്ത്. അത് ദുനിയാവിൽ മാത്രം നിലകൊള്ളുന്ന മുസീബത്താണ്. ചിലപ്പോൾ ചികിത്സിച്ചാൽ മാറുന്ന മുസീബത്താണ്. ദീനിൽ വന്ന മുസീബത്ത് മാറൂല, അതിൻ്റെ ഫലം കാണാതിരിക്കൂല. ഒന്നുമല്ലെങ്കിൽ ഈമാനോട് കൂടെയുള്ള മരണം ലഭിക്കൂല. അല്ലാഹു നമ്മെ കാക്കട്ടെ. മുഅ്മിനീങ്ങളെ, പണ്ടുള്ള മഹാന്മാർ അവർക്കുള്ളൊരു ജമാഅത്ത് നഷ്ടപ്പെടലിനെ മുസീബത്തായി കണ്ടിരുന്നു. ആ മുസീബത്തിൽ ഞങ്ങളാരും പെട്ടുപോകാൻ പാടില്ല. നമുക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ കഴിയണം. കഴിവിൻ്റെ പരമാവധി നിസ്കാരത്തിന് ആ വക്തിൽ തന്നെ നിസ്കരിച്ച് തീർക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ നിസ്കാരത്തിലുള്ള ഏറ്റവും വലിയ ഇബാദത്താണ് സുജൂദ്. ഈ ലോകത്ത് പടച്ച റബ്ബുമായി അടുക്കുന്ന ഏറ്റവും നല്ല സമയം ഏതാണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയുമായി അടുക്കാൻ പറ്റുമോ? ഇല്ല. പ്രധാനമന്ത്രിയുമായി അടുക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ വേണ്ട, നമ്മുടെ നാട്ടിലെ ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നമുക്ക് വേണ്ട ഡേറ്റിന് കിട്ടുമോ? ഇല്ല. അതേ സമയത്തിൽ സകല ലോകങ്ങളെയും പടച്ച നമുക്കുള്ള ഓക്സിജനും നമുക്കുള്ള ആരോഗ്യവും നമുക്കുള്ള വെള്ളവും നമുക്കുള്ള വസ്ത്രവും നമുക്കുള്ള അതേ വീടും നമുക്കുള്ള സൗകര്യങ്ങളും ഒന്നിനും ഒരു രണ്ടും വാങ്ങാതെ, ഒരു രൂപ വാങ്ങാതെ ഫ്രീ ആയി നമുക്ക് നിഅമത്തുകൾ തന്നുകൊണ്ടിരിക്കുന്ന അല്ലാഹ്, ആ പടച്ച റബ്ബുമായി അടുക്കുന്ന ഏറ്റവും നല്ല നിമിഷമേതാണ് മുഅ്മിനീങ്ങളെ? ഒരാളെ അടുത്തു പോയി ഞങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാലോ,
നമ്മുടെ നാട്ടിലുള്ള വലിയ പണക്കാരൻ ഉമറാ കാരണവൻ, അയാൾ അടുത്തു പോയാൽ പലതിനും പരിഹാരം കിട്ടാറുണ്ട്. പക്ഷെ അയാൾ കിട്ടാറില്ല, അയാളെ ഒന്ന് കാണാൻ കിട്ടാറില്ല. കിട്ടിയാലോ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. അയാളെ കാണാൻ കിട്ടൽ തന്നെ എന്ത് സന്തോഷമാണ്, പോയി പറഞ്ഞാൽ പിന്നെ എന്ത് സന്തോഷമാണ്, പറഞ്ഞ കാര്യം നടപ്പിലായാൽ എന്ത് സന്തോഷമാണ്. എങ്കിൽ മാലിക്കുൽ മുലൂക്കിനെ മറക്കണ്ട. ആ കാരണവന് നിങ്ങൾക്ക് നൽകാൻ മനസ്സ് നൽകിയവൻ അല്ലാഹുവാണ്. ആ കാരണവനെ നിങ്ങളെ സമീപിക്കാൻ തോന്നിപ്പിച്ചത് അല്ലാഹുവാണ്. ആ പടച്ച റബ്ബിന് ഇന്ന സമയമെന്നില്ല, അവനെപ്പോഴും നമ്മോടടുക്കുന്നവനാണ്. ഞങ്ങളൊന്ന് അങ്ങോട്ടടുക്കാൻ മാത്രമേ ഉള്ളൂ. അല്ലാഹുവിനടുക്കാനുള്ള ഏറ്റവും നല്ല സമയമേതാണ്? ഇന്നാ ഖറബ മാ യകൂനുൽ അബ്ദു മിനല്ലാഹി തആല അൻ യകൂന സാജിദാ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരടിമ പടച്ച റബ്ബുമായി പ്രൈവേറ്റ് ആകുന്ന സമയമാണ് സുജൂദ് ചെയ്യുന്ന സമയം. ആ സമയത്ത് ഒരാൾ അതേ പടച്ച റബ്ബേ എനിക്ക് വീടായില്ല തരണേ എന്ന് അറബിയിൽ പറഞ്ഞാലോ, പടച്ച റബ്ബേ എൻ്റെ ഈമാൻ ഒന്ന് സലാമത്താക്കി തരണമെന്ന് പറഞ്ഞാലോ, എൻ്റെ മക്കളെ ഒന്ന് നന്നാക്കി തരണേ എന്ന് പറഞ്ഞാലോ അല്ലാഹ് കൈവിടൂല. കാരണം അല്ലാഹു അത്രമാത്രം അടുക്കുന്ന മറ്റൊരു സമയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് മഹാനായ റബിയ റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചില്ലേ നബിയേ, നബി തങ്ങൾക്ക് വുളൂഇന്റെ വെള്ളം കൊടുത്തു മഹാനവരുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷത്തോടെ റബിയയോട് ചോദിച്ചു, സല്യാ റബിയ, നിങ്ങൾ വേണ്ടത് ചോദിച്ചോ. അങ്ങനെ ചോദിക്കാനുള്ള കഴിവും അങ്ങനെ ചോദിക്കാൻ പറ്റുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ കൂടുതൽ അറിയുന്നവരാരാ? നബി തങ്ങളല്ലേ. മുഅ്മിനീങ്ങളെ, സല്യാ റബിയ, വേണ്ടത് ചോദിച്ചോ. മഹാനവറുകൾ ഉടനെ ചോദിച്ചത് നമ്മെപ്പോലെ ആടിനെയല്ല, നമ്മെപ്പോലെ പശുക്കളെയല്ല, നമ്മെപ്പോലെ അതേ തോട്ടങ്ങളെയല്ല. നാം ആണെങ്കിലോ ഒരു വലിയ മഹാൻ നമ്മുടെ നാട്ടിലേക്ക് വന്നു. നാം ആദ്യമായി പോയി ചെന്ന് പറയുന്നത്, ഉസ്താദേ തങ്ങളെ ബിസിനസ് ശരിയായില്ല, ദ്വാർക്കണം റാഹത്താകാൻ. ഉസ്താദേ വീടായിട്ടില്ല, റാഹത്താകാൻ ദ്വാർക്കണം. കടമുണ്ട്, റാഹത്താകാൻ ദ്വാർക്കണം. ഒരു സ്വലാത്ത് മജ്‌ലിസിൽ ദുആന്റെ ലിസ്റ്റ് പോയാൽ അവിടെ ഏറ്റവും കൂടുതൽ എണ്ണി പറയാനുള്ള ലിസ്റ്റ് ഏതാണ്? ദുനിയാവിൻ്റെ ലിസ്റ്റാണ്. ഒരാളും സ്വർഗം കിട്ടാൻ വേണ്ടി ദുആർക്കു എന്ന് പറയലില്ല. ആഖിബത്ത് നന്നാകാൻ ദുആർക്കു എന്ന് പറയുന്ന ആളുകൾ കുറവാണ്. മുഅ്മിനീങ്ങളെ, റബിയ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ശിഷ്യനാണ്, സ്വഹാബത്താണ്. 101 പൂവ കൊണ്ട് ഏത് ചോദിക്കണമെന്ന് മനസ്സിലാക്കിയവരാണ് നമ്മുടെ സ്വഹാബത്ത്. ആ സ്വഹാബത്ത് ഉടനെ ചോദിച്ചത്, നബിയെ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നിങ്ങളെ കൂടെ സ്വർഗത്തിലുണ്ടാകാനാൻ. സുബ്ഹാന റബ്ബി. ആ ചോദ്യം വല്ലാത്ത ചോദ്യവും ഉത്തരം വല്ലാത്ത ഉത്തരം. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തരുന്നില്ല എന്ന് പറഞ്ഞില്ല മുഅ്മിനീങ്ങളെ. റബിയയോട് പറഞ്ഞത്, അഇന്നി ബികസറത്തി സുജൂദ്, നബി തങ്ങളെ കൂടെ നാളെ ആഖിറത്തിലുണ്ടാകണോ? ആഗ്രഹിക്കാത്ത ഉമ്മമാരുണ്ടോ? ആഗ്രഹിക്കാത്ത യുവാക്കളുണ്ടോ? ആഗ്രഹിക്കാത്ത മുഅ്മിനുണ്ടോ? എൻ്റെ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാകാനുള്ള ഭാഗ്യത്തിന് നബി തങ്ങൾ പറഞ്ഞത്, ഐനി ബികസറത്തി സുജൂദ്. മോനെ റബിയ, ധാരാളം സുജൂദ് ചെയ്ത് എന്നെയൊന്ന് സഹായിക്കുവീ, നിങ്ങളെ ഞാൻ നാളെ സ്വർഗത്തിൽ കൂട്ടാം. റസൂലുള്ളാഹിന്റെ കൂടെ നമുക്ക് നാളെ നിൽക്കാൻ ഏറ്റവും നല്ല അമലേതാ? സുജൂദ് വർദ്ധിപ്പിക്കുക. സുജൂദ് വർദ്ധിപ്പിക്കണമെങ്കിൽ ധാരാളം നിസ്കരിക്കണം. സുജൂദിനെ നീട്ടി സുജൂദ് ചെയ്യണം.
ഈ അടുത്ത് മഹാനായ പേരോട് ഉസ്താദ് അവരുകളെ നിസ്കാരം കാണാൻ സാധിച്ചു. ഉസ്താദിൻ്റെ നിസ്കാരം 11 റക്അത്ത് വിത്ർ നിസ്കരിക്കും. ഓരോ 2 റക്അത്തും സുബ്ഹാന റബ്ബി 10-15 മിനിറ്റ് പോകും. ദീർഘമായ നിസ്കാരം. റുകൂയിൽ പറയേണ്ട സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദിഹി മാത്രമല്ല, അത് 3 പ്രാവശ്യം പറയണം. ശരി, അത് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ ലക റകഅതു വബിക ആമന്തു വലക അസ്ലംതു ഖശഅ ലക സംഈ വബസരി വമുഖി വഅളമി വബശരി വശഅരി വമസ്തഖല്ലത് ബിഹി ഖദമി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവിലേക്ക് സമ്പൂർണമായി ശരണാകുന്ന വാക്കുകളാണത്. അത് പറയാതെ ഉസ്താദ് നിസ്കരിക്കുന്നില്ല ഞാൻ വിചാരിക്കുന്നു. അത്ര ദീർഘമായ റുകൂഅ്, ദീർഘമായ ഇഅ്തിദാൽ, ദീർഘമായ സുജൂദ്. സുജൂദിലെ മുഅ്മിനീങ്ങളെ സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദി 3 പ്രാവശ്യം പറഞ്ഞ് അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമന്തു വലക അസ്ലംതു സജദ വജ്ഹിയല്ലദീ പറഞ്ഞിട്ടുള്ള ദുആ. അതിൻ്റെ ശേഷം അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സുഖ്തിക എന്ന് പറഞ്ഞിട്ടുള്ള ദുആ. അതിൻ്റെ ശേഷം അല്ലാഹുമ്മഗ്ഫിർ ലി ദംബി ദിഖഹു വജില്ലഹു വസിറഹു വഅലാനിയതഹു വസഗീറഹു വകബീറഹു. ഇതൊക്കെ പറഞ്ഞ് നീണ്ട സുജൂദ് ചെയ്താൽ എന്തൊരു മാധുര്യമാണ്, എന്തൊരു രസമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഇന്നി ബികസറത്തി സുജൂദ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ എടുത്തു പറഞ്ഞ മഹാന്മാരല്ലേ, സീമാഹുഹും ഫീ ഉജൂഹിഹിം മിൻ നസറി സുജൂദ്. സ്വഹാബത്തിന്റെ ഏറ്റവും വലിയ അടയാളമായി പറഞ്ഞത് അവരുടെ മുഖത്തിൽ സുജൂദിന്റെ അടയാളമുണ്ട്. നെറ്റിയിലേക്ക് ഭാരം കൊടുത്ത് കൈയൊക്കെ വേണ്ടതുപോലെ ഖിബ്ലക്ക് മുന്നിട്ട് വെച്ച് സുബ്ഹാനല്ലാഹ് മുട്ടുകുത്തി, മൂക്കും അതേ ഭൂമിയിലേക്ക് കുത്തി, കണ്ണുകൾ തുറന്നുകൊണ്ട് ആ ചെയ്യുന്ന മഹത്തായ ഇബാദത്ത്, അത് വല്ലാത്ത ഇബാദത്താണ് മുഅ്മിനീങ്ങളെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിസ്കാരം വല്ലാത്ത ഖുശൂഇൽ നിസ്കരിക്കാൻ ശ്രമിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹ മഹാനവറുകൾ നിസ്കാരത്തിൻ്റെ സമയമായാൽ അവിടുത്തെ ശരീരങ്ങൾ ഇങ്ങനെ വിറക്കാൻ തുടങ്ങും, മുഖത്തിൻ്റെ വർണ്ണം മാറാൻ തുടങ്ങും. ആരോ കൂടെയുള്ളവർ ചോദിച്ചു പോയി, മാലക യാ അമീറൽ മുഅ്മിനീൻ, ബിപി ലോ ആയതുകൊണ്ടല്ല, അത് എന്ത് സംഭവിച്ചു പോയി അമീറുൽ മുഅ്മിനീൻ എന്ന് ഒരാൾ ചോദിച്ചു. ഫയഖൂലു ജാഅ വഖ്തു അമാനത്തിൻ അറളഹ അല്ലാഹു അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ. ഓനെ, എന്നോട് ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൻ്റെ സമയം വന്നുപോയി. ബംഗല്ലേ കേട്ടത്, ഈ ഉത്തരവാദിത്വത്തിൻ്റെ സമയം എനിക്ക് വന്നുപോയി. ഈ ഉത്തരവാദിത്വം ചെറിയ ഉത്തരവാദിത്വമല്ല. അല്ലാഹു തആല ആകാശങ്ങളോട് ചോദിച്ചതാണ്, ഭൂമിയോട് ചോദിച്ചതാണ്, പർവ്വതങ്ങളോട് ചോദിച്ചതാണ്. ഒന്ന് ഏറ്റെടുക്കുമോ? പർവ്വതങ്ങൾ സ്വീകരിച്ചില്ല, ആകാശങ്ങൾ സ്വീകരിച്ചില്ല, ഭൂമി സ്വീകരിച്ചില്ല. അത്രയും വലിയ അല്ലാഹുവിൻ്റെ സൃഷ്ടികൾ സ്വീകരിക്കാത്ത ഉത്തരവാദിത്വം മനുഷ്യനാകുന്ന ഞങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വല്ലാത്ത പേടിയാണ് ബാങ്ക് കേൾക്കുമ്പോൾ. അതുകൊണ്ടാണ് എൻ്റെ ശരീരം വിറക്കുന്നത്, എൻ്റെ ഈ വർണ്ണം വിവരണമാകുന്നത്. പടച്ചറബേ, നമുക്ക് നല്ലതുപോലെ നിസ്കരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. ആ സന്താന പാരമ്പര്യത്തിൽ വരുന്ന മഹാനല്ലേ അലി ഇബ്നുൽ ഹുസൈൻ. എല്ലാ സാദാത്യങ്ങളുടെയും കണ്ണി പോയി എത്താറുള്ളത് അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. സൈനുൽ ആബിദീൻ എന്ന അപരനാമമുള്ള മഹാനാണ്.
സുബ്ഹാനല്ലാഹ്, രാത്രിയായാൽ പിന്നെ മനുഷ്യർക്കിടയിൽ കാണാറില്ല. എല്ലാ ദിവസവും 1000 റക്അത്ത് നിസ്കരിക്കുന്ന മഹാനാണ് മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. വുളു എടുക്കാൻ നിന്നാൽ ഇസ്ഫറ ലൗനുഹു, അവിടുത്തെ ശരീരം അതേ ചുവന്ന വർണ്ണമായി പോകും. കുടുംബക്കാരൊക്കെ ചോദിക്കും, മാഹാദല്ലദീ യഅ്തരീക ഇൻദൽ വുളു, വുളു എടുക്കുമ്പോൾ എന്തേ നിങ്ങളുടെ ശരീരത്തിനൊരു വിവരണത വരുന്നത്? മഹാനവറുകൾ പറയുന്നു, തദ്റൂന ബൈന യദൈ മൻ ഉരീദു അൻ നഖൂമാ, നിങ്ങൾക്കറിയുമോ ഞാൻ ആരുടെ മുമ്പിലാണ് പോയി നിൽക്കുന്നത്? പടച്ച റബ്ബിന്റെ മുമ്പിലല്ലേ. ആ വല്ലാത്ത പേടി എനിക്ക് വുളു എടുക്കുമ്പോൾ ഉണ്ടായിപ്പോയി. മുഅ്മിനീങ്ങളെ, ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെ ഭക്തിയോടെ നിസ്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആത്തമുല്ല സമ്മിനോട് ഈ ചോദ്യം വന്നപ്പോ മഹാനവറുകൾ പറഞ്ഞു, നിസ്കാരത്തിൻ്റെ സമയമായാൽ ഞാൻ ചെയ്യുന്ന ആദ്യത്തെ പണി വുളു ഞാൻ വേണ്ടതുപോലെ നിർവഹിക്കും, പരിപൂർണമായി വുളു എടുക്കും. എൻ്റെ സദസ്സിലുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പരിപൂർണമായ വുളു പറഞ്ഞാൽ എങ്ങനെയാണ്? മുഖം കേൾക്കുമ്പോൾ എല്ലാ ബാഹ്യമായ ഫർളും ഷർത്തുകളൊക്കെ ഞങ്ങൾ സ്വീകരിക്കുന്നു, ശരിയാണ്. ശരീരത്തിലുള്ള നജസ്സുകളൊക്കെ നീക്കുന്നു, ശരിയാണ്. മാലിന്യങ്ങളൊക്കെ നീക്കുന്നു, ശരിയാണ്. വുളുവിൻ്റെ ഫർളുകളൊക്കെ കൃത്യമായി ചെയ്യുന്നു, ശരിയാണ്. അതിൻ്റെ ഉള്ളിലൊരു ആത്മീയമായ കർമ്മം കൂടിയുണ്ട് മുഅ്മിനീങ്ങളെ. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. വുളു എടുക്കുമ്പോൾ ഞങ്ങൾ മുഖം കേൾക്കാറില്ലേ? മുഖം കേൾക്കുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാ തഹൂറാ എന്ന ദിക്ർ പറയുമ്പോൾ മുഅ്മിനീങ്ങളെ മനസ്സിലൊരു ചിന്ത പൊട്ടി വരണം. ഏതാണത്? ഏതാണത്? യൗമ തബിയല്ലു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ്, ചില മുഖങ്ങൾ നാളെ പ്രകാശിക്കുന്ന മുഖങ്ങളുണ്ട്, ചില മുഖങ്ങൾ കരുത്തിരുണ്ട് പോകുന്ന മുഖങ്ങളുണ്ട്. എൻ്റെ മുഖം നീ പ്രകാശിക്കുന്ന മുഖമാക്കണേ അല്ലാഹ്. വുളു എടുക്കുമ്പോൾ മുഖം കാകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ട ആത്മീയ ചിന്തയാണത്. കൈ കാകുമ്പോ വലത്ത് കൈ കാകുമ്പോ ചിന്ത വേണം. വഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ, വലത്തെ കൈയിൽ കിതാബ് നൽകപ്പെട്ടവർ രക്ഷപ്പെട്ടു പോയി. വലത്തെ കൈ കാകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വരേണ്ട ചിന്ത, പടച്ച റബ്ബേ, എൻ്റെ വലത്തെ കൈയിൽ എൻ്റെ കിതാബിനെ നീ നൽകണേ അല്ലാഹ്. ഇടത്തെ കൈ കേൾക്കുമ്പോൾ എൻ്റെ ഇടത്തെ കയ്യിൽ നീ കിതാബ് നൽകല്ലേ അല്ലാഹ് എന്ന ചിന്ത വേണം മുഅ്മിനീങ്ങളെ. തല തടകുമ്പോൾ യൗമലാദില്ല ഇല്ലാദില്ലു, അർശിന്റെ തണൽ കിട്ടുന്ന ദിവസമാണ് യൗമുൽ ഖിയാമ. അത് ചില ആളുകൾക്ക് മാത്രമേ കിട്ടാറുള്ളൂ. അല്ലാഹുവിനെ പേടിച്ച് ഒറ്റക്കിരുന്ന് പൊട്ടിക്കരഞ്ഞ ആളുകൾക്ക് അർശിന്റെ തണലുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് വേണ്ടി പരസ്പരം മീറ്റിംഗ് കൂടിയ ജമാഅത്തുകാർ, അല്ലാഹുവിന് വേണ്ടി പരസ്പരം ചർച്ച ചെയ്ത് വൈജ്ഞാനിക വിപ്ലവങ്ങൾക്ക് സഹായിക്കാൻ നിന്ന സംഘടനക്കാർ, അവർക്ക് അർശിന്റെ തണലുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അർശിന്റെ തണൽ ലഭ്യമാകുന്ന തലയായി എൻ്റെ തലയെ നീ ആക്കണേ അല്ലാഹ്. ചെവിയെന്ന് തടകുമ്പോൾ അവിടെയും നമുക്ക് മനസ്സിൽ വേണം, നരകത്തിൻ്റെ ആൾക്കാരൊക്കെ ഇങ്ങനെ ആളി കത്തുന്ന സമയത്ത് അട്ടഹാസിക്കുന്നു മുഅ്മിനീങ്ങളെ. ആ ശബ്ദങ്ങളൊന്നും എനിക്ക് കേൾപ്പിക്കല്ലേ അല്ലാഹ്. എൻ്റെ കാലുകൾ കഴുകുന്ന സമയത്ത് പരിശുദ്ധമായ സിറാത്ത് പാലയുണ്ട് നാളെ. വലിയ വളവുള്ളതാണത്, ചക്കിരക്കാൾ മൂർച്ചയുള്ളതാണത്, മുടിയിനേക്കാൾ നേർമയുള്ളതാണത്.
നമുക്ക് കഴിയില്ല, ഊഹിക്കാൻ കഴിയില്ല, രക്ഷപ്പെടാൻ കഴിയില്ല. അവിടെ എൻ്റെ കാലൊന്ന് പതറാതെ മിന്നൽ വേഗത്തിൽ സിറാത്ത് പാലം കടന്ന് സ്വർഗത്തിലേക്കൊന്ന് എത്തിപ്പെടണം. അല്ലാഹ് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ ചിന്തയാണ് കാല് കഴുകുമ്പോൾ വരേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതാണ് ഹത്തമുൽ അസം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ നിസ്കാരത്തിൻ്റെ സമയമായാൽ എൻ്റെ വുളൂഇനെ ഞാൻ പൂർണ്ണമായി ചെയ്യുന്നു. എന്നിട്ടോ വാതൈതുൽ മൗദിയല്ലദീ ഉരീദു സ്വലാഹ്, ഞാൻ നിസ്കരിക്കാൻ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ വരുന്നു. എന്നിട്ട് ഫഅഖഉദു ഫീഹി ഹത്താ തജ്തമിയ ജവാരിഹി, അവിടെയൊന്ന് ഇരുന്ന് എൻ്റെ ശരീരങ്ങളുടെ അവയവങ്ങളെ ഞാനൊന്നിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു. എൻ്റെ ശരീരങ്ങളുടെ അവയവങ്ങളെ ഒന്ന് ഞാൻ ശരിപ്പെടുത്തുന്നു. സുമ്മ ഖൂമു ഇലാ സ്വലാത്തി, പിന്നെ എൻ്റെ നിസ്കാരത്തിലേക്ക് ഞാൻ എണീറ്റ് നിൽക്കുന്നു. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, ഫജഅലുൽ കഅബത ബൈന ഹാജിബി, എൻ്റെ പിരികയുടെ മധ്യത്ത് ഞാൻ എൻ്റെ കഅബയെ സങ്കൽപ്പിക്കുന്നു. വസ്സിറാത്ത തഹത ഖദമീ, എൻ്റെ കാൽപാദത്തിൻ്റെ താഴെ സിറാത്ത് പാലയുള്ളതുപോലെ ഞാൻ സങ്കൽപ്പിക്കുന്നു. വൽ ജന്നത അൻ യമീനി, എൻ്റെ വലത്തെ ഭാഗത്ത് സ്വർഗമുണ്ടെന്ന് സങ്കൽപ്പിക്കുന്നു. വന്നാറ അൻ യസാരി, എൻ്റെ ഇടത്ത ഭാഗത്ത് നരകമുണ്ടെന്ന് സങ്കൽപ്പിക്കുന്നു. വമലക്കൽ മൗതി വറായി, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം എൻ്റെ പിന്നാലെ റൂഹ് പിടിക്കാൻ വേണ്ടി നിൽക്കുന്നു എന്ന് ഞാൻ സങ്കൽപ്പിക്കുന്നു. എൻ്റെ അവസാനത്തെ നിസ്കാരമാണെന്ന് ഞാൻ കരുതുന്നു. എന്നിട്ട് വല്ലാത്ത പ്രതീക്ഷയും പേടിയോടെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നു. കൈകെട്ടുമ്പോൾ മുഅ്മിനീങ്ങളെ, ആ രണ്ട് കൈകൾ അല്ലാഹു അക്ബർ ചെവിയിലേക്ക് എത്താൻ സമയം അത് നിൽക്കണം. പിന്നെ കണ്ടിന്യൂ ഇല്ല. അല്ലാഹു അക്ബർ അത് പറയുമ്പോൾ നിയ്യത്തും മനസ്സിൽ വേണം. ളുഹർ എന്ന ഫർള് നിസ്കാരം 4 റക്അത്ത് ഖിബ്ലക്ക് മുന്നിട്ട് ഇമാമോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് മനസ്സിൽ ഇങ്ങനെ വരലോടെ അല്ലാഹു അക്ബർ. നമ്മുടെ 2 ചുമരിൻ്റെ നേരെ, ചെവിയുടെ നേരെ 2 കൈകൾ സറണ്ടർ ആകുന്ന രൂപത്തിൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ അല്ലാഹു അക്ബർ. ആരും ഇവിടെ വലിയവരല്ല, അല്ലാഹു മാത്രമേ വലിയവൻ, അല്ലാഹു മാത്രമേ എല്ലാം എന്ന വല്ലാത്ത അർത്ഥം വരുന്ന അല്ലാഹു അക്ബർ പറഞ്ഞ് ഇവിടത്തേക്ക് സ്റ്റോപ്പായാൽ പിന്നെ കൈകെട്ടലാണ്. ഇടത്തെ കൈയിൻ്റെ മേൽ വലത്തെ കൈ വെക്കുമ്പോൾ അവിടെയുള്ള മരികണ്ടില്ലേ മുഅ്മിനീങ്ങളെ, അവിടെ അതാ നമ്മുടെ ഹിൻസറും ബിൻസറും ചെറുവിരലും അതിൻ്റെ അടുത്തുള്ള വിരലും നമ്മുടെ മണികണ്ഠിനെ പിടിക്കണം. ഈ വലിയ വിരലും മണികണ്ഠിനെ പിടിക്കണം. എന്നിട്ട് ഈ 2 വിരലുകളാണ് മിഡിലിൽ ഇങ്ങനെ നിൽക്കേണ്ടത്. ഇങ്ങനെ കൈകെട്ടണം. അല്ലാഹുവിൻ്റെ മുമ്പിൽ ഞാൻ സമ്പൂർണമായി സറണ്ടറായി എന്നതിൻ്റെ സൂചനയാണത്. വല്ലാത്ത പേടിയും പ്രതീക്ഷയോടെ ഞാൻ നിൽക്കുന്നു. എന്നിട്ട് ഞാൻ തക്ബീർ പറയുന്നു. എന്നിട്ട് സാവധാനത്തോടെ ഞാൻ ഓതുന്നു വജ്ജഹത്തോതി. എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ സാവധാനത്തിൽ ഓതുന്നു. ഇടയ്ക്ക് ഞാൻ പറയട്ടെ, സൂറത്തുൽ മുൽക്ക് ഓതാത്തതിൻ്റെ പേരിൽ നമുക്ക് ശിക്ഷ കിട്ടൂല, ചോദ്യമുണ്ടാകില്ല. വാക്കിയ ഓതാത്തതിൻ്റെ പേരിൽ ചിലപ്പോൾ ചോദ്യമുണ്ടാകില്ല. യാസീൻ ഓതാത്തതിൻ്റെ പേരിൽ ചോദ്യമുണ്ടാകില്ല. സൂറത്തുൽ ഫാത്തിഹ അങ്ങനെയല്ല. അത് ഓതേണ്ടതുപോലെ ഓതാൻ പഠിച്ചില്ലെങ്കിൽ, ഓതില്ലെങ്കിൽ ചോദ്യം ഉറപ്പാണ്. കാരണം ഫാത്തിഹ ഇല്ലാതെ നിസ്കാരമില്ല. അതുകൊണ്ട് ഉമ്മമാരെ, കാരണവന്മാരെ, നമ്മുടെ ഫാത്തിഹകളൊക്കെ കൃത്യമാക്കണം, ശരിപ്പെടുത്തണം, സാവധാനത്തോടെ ഓതണം. വളരെ വിനയത്തോടെ പടച്ച റബ്ബിലേക്ക് ഞാൻ റുകൂ ചെയ്യുന്നു. വല്ലാത്ത പേടിയോടെ ഞാൻ സുജൂദ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത് എൻ്റെ നിസ്കാരം ഞാൻ പൂർണ്ണമാക്കുന്നു. പൂർണ്ണമാക്കിയപ്പോൾ മഹാനവറുകൾ പറയാണ്, ലാദരി
അഖുബിലതു മിന്നി അംലാ, എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയൊക്കെയാക്കി നിസ്കാരം എൻ്റെ വക്കലിൽ നിന്ന് പടച്ച റബ്ബ് സ്വീകരിച്ചോ ഇല്ലേ, എനിക്കറിയില്ല. അല്ലാഹു തആല നമ്മുടെ നിസ്കാരങ്ങളൊക്കെ വലിയ ഖൈറും നമുക്ക് ബറക്കത്തും ഖുശൂഉം അല്ലാഹുവിനോടുള്ള അടുപ്പമുണ്ടാക്കുന്ന നിസ്കാരമായി സ്വീകരിക്കട്ടെ. ചില നന്മകൾ പതിവാക്കിയാൽ ആ നന്മകളിലായി മരിക്കാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് നൽകും. അതിൽപ്പെട്ട മഹാനായ അബുൽ ഹസൻ അശ്ശാദുലി റളിയല്ലാഹു അൻഹു ഈ സംഭവം പറഞ്ഞ് എൻ്റെ പ്രസംഗം നിർത്താം. പടച്ച റബ്ബേ നമ്മുടെ മജ്‌ലിസ് നീ ഖബൂലാക്കണേ അല്ലാഹ്, നമ്മുടെ ദറജകൾ ഉയരാനുള്ള കാരണമാക്കണേ അല്ലാഹ്, ആഖിറത്തിൽ നഫ്ഉള്ള മജ്‌ലിസായി നമ്മിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. അബുൽ ഹസൻ അശ്ശാദുലി വലിയ മഹാനാണ്, ചെറിയ ആളൊന്നുമല്ല, ലോകം കണ്ട ആരിഫാണ്, ലോകം കണ്ട മഹാനാണ്. മഹാൻ പലപ്പോഴും പറയാറുണ്ട്, അല്ലാഹുവിനോടുള്ള ഉറപ്പ് നിന്റെ മനസ്സിൽ വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടയാളം നിനക്ക് സൃഷ്ടികളല്ല മുഖ്യം, സൃഷ്ടാവാണ് മുഖ്യം എന്നതിൻ്റെ അടയാളം. നീയതേ അല്ലാഹുവിൻ്റെ അടുത്ത് ചെറുതാകാത്ത പല കാര്യങ്ങൾ ദുനിയാവിലുണ്ട്, അത് ചെയ്യാൻ നീ മടിക്കൂല. സൃഷ്ടികളെടുത്തത് അത് ചെറുതാണ്, സൃഷ്ടികളുടെ മുമ്പിൽ അത് ചെറുതാണ്, പടച്ച റബ്ബിന്റെ മുമ്പിൽ അത് ചെറുതല്ല. ഈ കാര്യങ്ങൾ ചെയ്യാൻ നീ മടുക്കൂല. ഏതാണത്? മഹാനവറുകൾ പറഞ്ഞത്, അങ്ങാടിയിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് പോയി സാധനം കൊണ്ടുവരുക ചിലപ്പോ നിന്നെ കൊണ്ട് കഴിയണമെന്നില്ല, അഹങ്കാരം കൊണ്ടാണത്. ഗസാലി ഇമാം പറഞ്ഞില്ലേ, ഒരു മനുഷ്യന്റെ കൽബിൽ കിബറുണ്ട് എന്നുള്ളതിൻ്റെ ചെറിയ അടയാളമാണ്. മാർക്കറ്റിൽ പോയി സാധനം കൊണ്ടുവരാൻ അവൻ്റെ മനസ്സനുവദിക്കൂല, വീട്ടുകാർ പറഞ്ഞാൽ കേൾക്കൂല. അതേ സമയത്തിൽ ഇതുപോലെയുള്ള പണികൾ പടച്ച റബ്ബിന് ഇഷ്ടമാണ്. എന്നിട്ട് മഹാൻ പറയാണ്, വജമ്മിൽ ഹതബിലി ത്വാം. പണ്ട് കാലത്ത് നമ്മുടെ വാപ്പമാർ ഉമ്മമാർ ഗ്യാസ് സ്റ്റൗകളില്ലാത്ത കാലത്ത് വിറകുകൾ സംഗ്രഹിച്ചു കൊണ്ടുവരലാണ്, തലയിൽ പൊറുത്തിട്ടാണ് കൊണ്ടുവരൽ. അത് പലർക്കും യോജിക്കാറില്ല. ഇത് പടച്ച റബ്ബിന് ഇഷ്ടമുള്ള കാര്യമാണ്, പക്ഷേ സൃഷ്ടികളുടെ ഇടയിൽ നീ നിന്ദ്യമാകുന്ന കാര്യമാണ്. പക്ഷേ സൃഷ്ടികൾ മുഖ്യമാണോ സൃഷ്ടാവ് മുഖ്യമാണോ എന്ന് നോക്കണമെങ്കിൽ അത് ചെയ്യാൻ നീ മടിക്കൂല. വൽമശിയു മഅ സൗജതിക ഇല സൂഖി ഫീ ഹാജത്തിൻ മിൻ ഹവായിദിഹാ. നിന്റെ ഭാര്യനെ നിന്റെ കൂടെ നീ കൊണ്ടുപോയി അവൾക്ക് ആവശ്യമായത് നീ അങ്ങാടികളിൽ എടുത്തു കൊടുക്കുന്നു, വാങ്ങിക്കൊടുക്കുന്നു. ഇതിൽ നീ മടി കാണിക്കാത്ത ആളാണോ എങ്കിൽ നിനക്ക് പടച്ച റബ്ബിനോട് യഖീനുണ്ട് എന്നാണ് അർത്ഥം. അല്ല, ഭാര്യനെ കൊണ്ടുപോകാൻ മടിക്കുന്ന ആളാണ് ഇയാള്. എന്താ കാരണം? ആളുകളൊക്കെ എന്തെങ്കിലും പറയുമോ എന്നാണ് വിചാരം. ആളുകൾ പറയുന്നിടത്ത് നിൽക്കാതെ പടച്ച റബ്ബ് പറയുന്നിടത്ത് നിൽക്കുന്ന ആളാകുന്നുണ്ടോ എങ്കിൽ നീ നല്ല മനുഷ്യനാണ്, അല്ലാഹുവിനോടുള്ള യഖീൻ നിനക്കുണ്ടെന്ന് പഠിപ്പിച്ച മഹാനാണ്. ഇതുപോലെയുള്ള ധാരാളം വിഷയങ്ങൾ മഹാൻ പറഞ്ഞിട്ടുണ്ട്. ആ മഹാനവറുകളുടെ ഏറ്റവും വലിയ കറാമത്തായി മഹാനായ ഇബ്നു ബത്തൂത്ത തന്റെ റിഹ്ലത്തുൽ ബത്തൂത്തയിൽ പറയുന്നുണ്ട്. യാഖൂത്തുൽ അർശി റഹിമഹുല്ലാഹ് പറഞ്ഞു, ആരാണ് ആ മഹാനവറുകൾക്ക് പറഞ്ഞു കൊടുത്തത്? മഹാനായ ശൈഖ് അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു ആണ്. എല്ലാം മല പോലോത്ത മഹാന്മാരാണ്, പർവ്വത സമാനന്മാരായ ആരിഫീങ്ങളാണ്, ഔലിയാക്കളാണ്. മഹാനായ അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അബുൽ ഹസൻ അശ്ശാദുലി റളിയല്ലാഹു അൻഹു എല്ലാ വർഷം ഹജ്ജ് ചെയ്യാറുണ്ട്. അല്ലാഹു ഈ കൂട്ടത്തിൽ പലരും ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. നമുക്കൊക്കെ ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ, മബ്റൂറായ ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ. അതിനുള്ള അവസരങ്ങൾ അല്ലാഹു നമുക്ക് തരട്ടെ. അങ്ങനെ എല്ലാ വർഷവും ഹജ്ജിന് പോകുന്ന മഹാനവറുകൾ ഒരു വർഷം ഹജ്ജിന് പുറപ്പെട്ടു പോകുന്ന സമയത്ത്
തൻ്റെ കൂടെയുള്ള ഖാദിമിനോട് പറഞ്ഞു, ഇസ്തസ്ഹിബ് ഫൈസൻ വഖുഫതൻ വഹനൂതാ. മോനെ, നീ വരുമ്പോൾ നിന്റെ കൂടെ മണ്ണിനെ മാന്താൻ പറ്റുന്ന ഒരു സാധനം നിന്റെ കയ്യിൽ നീ കരുതണം. വഖുഫതൻ വഹനൂതാ, അതേപോലെ ഒരു കവർ നിന്റെ കയ്യിൽ കരുതണം. അതേപോലെ കർപ്പൂരം നിന്റെ കയ്യിൽ വേണം. ഖാദിമായ മനുഷ്യൻ ചോദിച്ചു, വലിമാതാ യാ സയ്യിദി? അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഫി ഹുമൈസറ സൗഫ തറാ, ഹുമൈസറയിൽ വെച്ച് നീ അത് കാണാൻ പോകുന്നുണ്ട്, നീ പിടിച്ചോൾ, എന്തും ചോദിക്കണ്ട. സുബ്ഹാനല്ലാഹ്, ഹുമൈസറ എന്ന് പറഞ്ഞാൽ മിസ്റിൽ നിന്ന് വിദൂരമായ ഒരു സ്ഥലമാണ്, മരുഭൂമിന്റെ ഭാഗത്തുള്ള സ്ഥലമാണത്. ഹുമൈസറയിലേക്ക് മഹാനവറുകളും ഖാദിമും എത്തിയപ്പോ മഹാനവറുകൾ അവിടെ നിന്നതാ കുളിച്ച് റെഡിയായി 2 റക്അത്ത് നിസ്കരിച്ചു. ഫഖബലഹു അല്ലാഹു തആല ഫി ആഖിരി സജ്ദത്തിൻ മിൻ സ്വലാത്തിഹി, അവിടുത്തെ നിസ്കാരത്തിൻ്റെ അവസാന റക്അത്തിന്റെ സുജൂദിൽ മഹാനവറുകൾ മരണപ്പെട്ടു പോയി. ഹുമൈസറയിലാണ് മഹാനവറുകളുടെ മഖ്ബറ ഇന്നും കാണാറുള്ളത്. പടച്ച റബ്ബേ, മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ നിസ്കാരങ്ങളും ഇബാദത്തുകളും നീ നന്നാക്കി തരണേ അല്ലാഹ്. നമ്മുടെ അമാലുകളൊക്കെ നീ കബൂൽ ചെയ്ത് ഇഖ്ലാസും തഖ്വയും മഹബ്ബത്തും ഈമാനും നീ വർദ്ധിപ്പിച്ച് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ഉസ്താദിൻ്റെ കൈ മുസാഫാത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ ഉസ്താദ് ചെയ്യും, ദുആ ചെയ്യും. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ അറിയിച്ചതുപോലെ നമ്മുടെ മാജി ഉസ്താദ് അബ്ദുൽ ഖാദർ ഹാജ അവരുടെ ആണ്ടിൻ്റെ മാസമാണ്. അവരുടെ പേരിൽ ഇവിടെ കുടിക്കാനെല്ലാം കൊടുത്തിട്ടുണ്ട്. അള്ളാഹു അവരുടെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും വന്നിട്ട് ഇൻഷാ അല്ലാഹ് കൈ മുസാഫാത്ത് ചെയ്യുമ്പോൾ തന്നെ ഉസ്താദ് ദ്വാരക്കും ഇൻഷാ അല്ലാഹ്. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ റഹീമീനായ റബ്ബേ, നമ്മുടെ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൻ്റെ മിസ്ൽ സവാബ് ഈ നാട്ടിലെ പണ്ട് കാലത്ത് ഈ നാട്ടിൻ്റെ എല്ലാ ദീനീയായ പുരോഗതികൾക്ക് വേണ്ടി അധ്വാനിച്ച കാരണവന്മാരുടെ ഖബറുകളിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. അവരുടെ ഖബർ നീ സ്വർഗത്തോപ്പാക്കണേ റഹ്മാനെ. ഈ മജ്ലിസിൽ ധാരാളം വയസ്സുള്ള ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. അവർക്ക് നീ ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഈമാനും മഹബ്ബത്ത് നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ചെറുപ്പക്കാരുണ്ട് അല്ലാഹ്, നിന്നോടുള്ള താല്പര്യം അവരുടെ ഖൽബിൽ